അദ്ദേഹം ഇതുപോലെയുള്ള ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ എന്നുണ്ടെങ്കിൽ എത്രയോ രൂപ കൊടുത്തിട്ട് വേണം നമ്മൾ അതിൽ അറ്റൻഡ് ചെയ്യാൻ. പക്ഷെ നമ്മൾ ഈ വെസ്റ്റിജിയൻസ് എല്ലാം ഈ പ്ലാറ്റ്ഫോമിലുള്ളവരെല്ലാവരും ഭാഗ്യവാന്മാരാണെന്ന് ഞാൻ ഒന്നും കൂടി അടിവരയിട്ട് പറയുന്നു. അങ്ങനെ ഒരു മഹത് വ്യക്തിത്വത്തെയാണ് ഞാൻ ഈ സ്റ്റേജിലേക്ക് ഇന്ന് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. വിമൽ സാർ, വെൽക്കം വിമൽ സാർ. അദ്ദേഹം ഒരു എയറോനോട്ടിക്കൽ എഞ്ചിനീയർ ആയിരുന്നു പറഞ്ഞു. അദ്ദേഹത്തെ ഞാൻ ഒന്നും കൂടി സ്വാഗതം ചെയ്യുന്നു. വിന്നിംഗ് ടീമിനും ബ്ലസ്സിനും ഈ വെസ്റ്റിജി പ്ലാറ്റ്ഫോമിലുള്ള എല്ലാവർക്കും വേണ്ടി ഞാൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. വെൽക്കം വിമൽ സാർ, വെൽക്കം ടു ദിസ് പ്ലാറ്റ്ഫോം. Thank you, ma'am. Thank you, Sheila, ma'am. Good morning, all Vestigians. Audible ആണെന്ന് തോന്നുന്നല്ലോ അല്ലേ? ക്ലിയർ ആണ്? ഓക്കെ. കാരണം ഇടയ്ക്ക് ഷീല മാമിന്റെ അവിടെ നിന്ന് ഒരു ബ്ലഡ് സൗണ്ട് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്. ഓക്കെ, എനിവേ ഗുഡ് മോർണിംഗ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പറഞ്ഞു. ഇന്ന് ഈ സായാഹ്നത്തിൽ ഒത്തുകൂടിയതിന്റെ ആവശ്യകതയും ഒരുപക്ഷെ നമ്മൾ കൈകാര്യം ചെയ്യുന്ന സബ്ജക്റ്റിനെ പറ്റിയും വളരെ വാചാലമായിട്ട് തന്നെ നമ്മുടെ ഷീല മാം പറഞ്ഞു. അപ്പം ഞാനൊരു കാര്യം ചെയ്യാം. ഇപ്പൊ നമ്മുടെ എന്തായാലും അറ്റൻഡൻസ് ഇതെല്ലാം നമ്മുടെ എന്ന് അറിയാം അല്ലെ? അപ്പൊ ആ അറ്റൻഡൻസിലേക്ക് എത്തുന്നവരേക്ക് നമുക്കൊരു ഇന്ററാക്റ്റീവ് സെഷൻ ആയാലോ? അതുകൊണ്ട് ഞാൻ എല്ലാവരും ഒന്ന് അൺമ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ അർത്ഥം എല്ലാവരും ഇപ്പൊ തന്നെ മൈക്ക് ഓൺ ചെയ്തിട്ട് ബഹളം ഉണ്ടാക്കണം എന്നുള്ള അർത്ഥത്തിലല്ല. സത്യത്തിൽ നമുക്ക് ആ പ്ലാറ്റ്ഫോമിലേക്ക് എത്തേണ്ട നമ്പർ എത്തുന്നവരെ നമുക്കൊരു ഇന്ററാക്റ്റീവ് സെഷൻ ആവാം. അതിനുശേഷം നമുക്ക് സീരിയസ് ആയിട്ടുള്ള സെഷനിലേക്ക് കടക്കാം. അപ്പൊ നിങ്ങൾ ഇപ്പം നിങ്ങളുടെ ടീമിനകത്തുനിന്ന് കയറാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ വിളിക്കേണ്ട സമയം കൂടിയാണ്. അതിനിടെ ഞാൻ 1-2 പേർക്ക്, ഒരു 5 പേർക്ക് ഒരു അവസരം തരാം. ഇന്ന് ഈ പറഞ്ഞ ടോപ്പിക്ക് നിങ്ങൾ കേട്ടപ്പം അല്ലെങ്കിൽ നിങ്ങളുടെ അപ്ലൈൻ ലീഡറോ പ്രൊമോട്ട് ചെയ്ത് പറഞ്ഞപ്പം ഒബ്ജക്ഷൻ ഹാൻഡ്ലിങ്, അതും ഓഫ് ദ ലേറ്റസ്റ്റ് ഇന്നത്തെ കാലഘട്ടത്തിന് അനുയോജ്യമായ ഒരു പക്ഷെ ഇപ്പം V20 ഓഫറോട് കൂടി നമ്മളെല്ലാവരും ഭയങ്കര ഹൈ പിച്ചിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പം നമ്മളിൽ കേൾക്കുന്ന കോമൺ ആയിട്ടുള്ള കുറെ ഒബ്ജക്ഷൻസ് ഉണ്ട്. ആ ഒബ്ജക്ഷൻസിൽ ഒരു 5 എണ്ണം നമുക്ക് ഇങ്ങോട്ട് പോരട്ടെ. അപ്പൊ ആരാദ്യം നിങ്ങൾക്ക് സ്ഥിരമായി കേൾക്കുന്ന ഒരു 5 ഒബ്ജക്ഷൻസ് ഇങ്ങോട്ട് പോരട്ടെ, നമുക്ക് എന്നിട്ട് ഹാൻഡിൽ ചെയ്യാം. നമ്പർ 1 ഷീലമ്മ ഇതൊന്ന് നോട്ട് ചെയ്തോണേ, ഈ വരുന്ന ഒബ്ജക്ഷൻസ്. പറഞ്ഞോളൂ. ഗുഡ് മോർണിംഗ് സാർ. വെരി ഗുഡ് മോർണിംഗ്. ശിവ, പാലക്കാട്ടിൽ നിന്നാണ്. ശിവകുമാർ. ശിവ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം. അതെ, നമ്മളിപ്പോ അത്യാവശ്യം എല്ലാവിടേക്കും പോകുന്നുണ്ട്. പക്ഷെ പോണ സമയത്ത് ഈ ഞങ്ങൾ വേറെ നെറ്റ്വർക്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇത് ആവശ്യമില്ല, ഞാനുണ്ടെങ്കിൽ പറയാം എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പോഴുള്ള നെറ്റ്വർക്കിൽ നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത് എന്നുള്ള ചോദ്യം കൂടി ഉണ്ട്. നിങ്ങൾ ഇത്രയും കാലം വർക്ക് ചെയ്തിട്ട് ആണല്ലോ, അപ്പൊ നിങ്ങൾ എന്ത് കിട്ടി എന്നുള്ള ചോദ്യം കൂടി ഉണ്ട്. അപ്പൊ അതിനുള്ള ഇത് എന്താണെന്നുള്ളത് ഒന്ന് പറഞ്ഞു തന്നാണ് വേണ്ടി. ഓക്കെ, ശിവയുടെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ചിട്ട് നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടാവും. താങ്ക് യു ശിവ, താങ്ക് യു വെരി മച്ച്. ശിവ നമ്മുടെ ഏത് പ്രോഗ്രാമും ഒരിക്കലും മിസ്സാവാതെ റെഗുലറായിട്ട് അറ്റൻഡ് ചെയ്യുന്ന എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു വ്യക്തിത്വമാണ്. അബ്സല്യൂട്ട്ലി ഫിനോമിനൽ. തീർച്ചയായിട്ടും ശിവയുടെ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടിയിരിക്കും. ഓക്കെ, സെക്കൻഡ് പേഴ്സൺ. സെക്കൻഡ്, ഫാസ്റ്റ് 5 പേർക്കേ ഉള്ളൂ. ഫസ്റ്റ് കം ഫസ്റ്റ് സർവ്ഡ്. ഇതേ ഉള്ളൂ, ആകെ ഒരു ഒബ്ജക്ഷൻ. ഓക്കെ, 10 മിനിറ്റോടെ നമ്മൾ ഈ പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യുന്നുണ്ടാവും. കാരണം ഒറ്റ ഒബ്ജക്ഷൻ ഉള്ളൂ. സാർ, എന്റെ പേര് ഫിദാൻ സലീം എന്നാണ്. ഞാൻ ഫാർമസിസ്റ്റ് ആണ്. ഓക്കെ, ഫാർമസി റൺ ചെയ്യുന്ന ആളാണ്. അപ്പൊ എന്റെ കൂടെയുള്ള ഫാർമസിസ്റ്റുകള് മിക്കവാറും ഫാർമസി നടത്തുന്നവരായിരിക്കും. അവര് രാവിലെ 9 മണിക്ക് കട തുറന്നിട്ട് രാത്രി 10 മണി വരെ ചിലപ്പം കടയിൽ നിൽക്കുന്നവരായിരിക്കും. അപ്പൊ അവരുടെ അടുത്ത് ഈ പ്രോഗ്രാം, വെസ്റ്റീജിന്റെ പ്രോഗ്രാം പറയുമ്പോൾ ഞങ്ങൾക്ക് സമയമില്ല, ഞങ്ങൾക്ക് ഇതിന് ക്ലാസ്സിന് വരാൻ പറ്റത്തില്ല, മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ സമയമില്ല, അങ്ങനെയൊക്കെയാണ് കൂടുതൽ ആൾക്കാരും പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ളവരെ നമുക്ക് എങ്ങനെ കൺവിൻസ് ചെയ്യിക്കാം? അവര് പറഞ്ഞത് സത്യമല്ലേ? സത്യമാണ്. എന്നാലും ഞാൻ ഒരു ഫാർമസിസ്റ്റ് ആണ്, ഞാനും ഒരു ഓണറാണ്, ഫാർമസിയുടെ ഓണറാണ്. ഞാനിപ്പോ വെസ്റ്റീജില് പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് 4 വർഷമായി. പ്രോഡക്ട്സ് ഉപയോഗിക്കുന്നത് എന്റെ മെഡിക്കൽ സ്റ്റോറിൽ കൂടെ കൊറോണ സമയത്ത് കുറെ ആംലായും കുറെ വൈറ്റമിൻ സി ഗമ്മീസ് അതൊക്കെ ഞാൻ വിറ്റിട്ടുണ്ട്. ഞാനിപ്പോഴും ഇപ്പൊ കാര്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ അതിന്റെ സമയം കണ്ടെത്തുന്നുണ്ട്. അതുപോലെ എന്റെ കൂട്ടുകാരെ ഇതിലേക്കൊന്ന് കൊണ്ടുവരാൻ കൺവിൻസ് ചെയ്യിപ്പിക്കാൻ എങ്ങനെ പറ്റും? അപ്പൊ ഞാൻ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് അവരോട് പറഞ്ഞു കൊടുത്താൽ പോരെ? അവരെടുത്ത് പറഞ്ഞു കൊടുക്കാം. എന്നാലും സാറിന്റെ പരിചയം വെച്ച് കുറെ ടെക്നിക്സ് ഒക്കെ എന്തെങ്കിലും ഉപയോഗിച്ച് അവരോട് പറയാൻ പറ്റുമെങ്കിൽ അത് സാറൊന്ന് പറഞ്ഞു തന്നാൽ. തീർച്ചയായിട്ടും ഫിദ അൻസാരി ഒരു ഫാർമസിസ്റ്റ് ആണെന്ന് മാത്രമല്ല ഫാർമസിയുടെ ഓണറും കൂടിയാണ്. അതിനിടയിൽ കൂടി ഈ ബിസിനസ് വളരെ സീരിയസ് ആയിട്ട് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലായി. ചോദ്യം, മറ്റുള്ളവർക്കും എന്നെ പോലെ 9 to 5 8 to 6 ഒക്കെ ചെയ്യുന്നവർക്ക് എങ്ങനെ ഇത് ചെയ്യാൻ പറ്റും എന്നുള്ളത് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും നമുക്ക് ശ്രമിച്ചു നോക്കാം. താങ്ക് യു ഫോർ ദ ഇൻപുട്ട്. മൂന്നാമത്തെ, തേർഡ് പേഴ്സൺ. ഞാനൊരു കാര്യം പറയാൻ എന്ന് പറഞ്ഞോട്ടെ. എല്ലാവരും ഒരു ഡയറിയും പെന്നും എടുത്തിട്ട് ഇരിക്കണം. പിന്നെ എല്ലാവരും തന്നെ ക്യാമറ ഒന്ന് ഓൺ ചെയ്യണം. പറ്റുന്നവരെല്ലാം തന്നെ ക്യാമറ ഓൺ ചെയ്യണം.
എന്തായാലും ഷീല മാം അത് ആൾറെഡി എല്ലാവരും ചെയ്തിട്ടുണ്ട്, വളരെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. നല്ല നമ്പർ, താങ്ക് യു വെരി മച്ച്. മറ്റേ ഞാൻ ഇരുട്ടത്ത് നോക്കിയാണ് സംസാരിക്കാറുള്ളത്, ഇന്ന് എന്തായാലും അതിന്റെ ആവശ്യമില്ല. നല്ല നമ്പർ തുറന്നിട്ടുണ്ട്, താങ്ക് യു. അതുപോലെ കിടന്നുകൊണ്ട് കാണുന്നത് ഒട്ടും നല്ലതല്ല കേട്ടോ, അതുകൊണ്ട് കിടന്നുകൊണ്ട് കാണാതിരിക്കുക. അതുപോലെ ഡ്രസ് കോഡ് ശരിയാണോ എന്നൊന്ന് ചെക്ക് ചെയ്തേക്കുക, കാരണം വെറുതെ നമ്മൾ വേണ്ടാത്ത ഇഷ്യൂ ഉണ്ടാകണ്ട. അപ്പൊ അതുകൊണ്ട് കിടന്നുകൊണ്ട് കാണാതിരിക്കുക. അതുപോലെ ഡ്രസ്സും നന്നായിട്ട് മാനുവൽ സൂട്ടും കോട്ടൊന്നും ഇടണം. ഓക്കെ, താങ്ക് യു. അപ്പൊ മൂന്നാമത്തെ ഫാസ്റ്റ്, സമയം പോവാണ്. ഞാൻ ഈ സമയം തന്നേക്കുന്നത് നിങ്ങളുടെ ടീമിലെ എല്ലാവരും കയറി എൻഷുർ ചെയ്യാൻ വേണ്ടിയാണ്. തേർഡ് ക്വസ്റ്റ്യൻ, ഹിയർ കംസ് ദ തേർഡ് ക്വസ്റ്റ്യൻ. ബിസിനസ് ചെയ്യണമെന്നുണ്ട്, പക്ഷേ സ്റ്റാർട്ട് ചെയ്യാൻ പൈസ ഇല്ല. അതായത് എനിക്ക് ഈ കൺസെപ്റ്റ് ഇഷ്ടപ്പെട്ടു, പ്രൊജക്റ്റും വളരെ ഇഷ്ടപ്പെട്ടു, പക്ഷെ സ്റ്റാർട്ട് ചെയ്യാനുള്ള പൈസ എൻ്റെ കയ്യിലില്ല. വളരെ കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു ഒബ്ജക്ഷൻ തന്നെയാണ് ഇത്. ഒബ്ജക്ഷൻ അല്ല, ശരിക്കും പറഞ്ഞാൽ അവരുടെ സൈഡിൽ നോക്കുമ്പോൾ റീസണാണ്, റൈറ്റ്? നമ്മളതിനെ എക്സ്ക്യൂസ് എന്ന് പറയും അല്ലേ? ഓക്കെ, നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം, ഒന്ന് കൈകാര്യം ചെയ്ത് നോക്കാം. ഓക്കെ, ഷീല മാഡം നോട്ട് ചെയ്തോണേ പോയിന്റ്സ്. അത് വേണേ പക്ക നോട്ട് ചെയ്യണം. ഓക്കെ, ഫോർത്ത് വൺ. ഹലോ സാർ, എന്റെ പേര് ശ്രീജിയാണ്. ഞാൻ റാസൽ കൈമ UAE സംസാരിക്കുന്നത്. മൈ ഗോഡ്, അവിടുത്തെ സമയം എത്രയാ? ഇപ്പം 7 മണിയായി സാറ്. 7 മണി. ഓക്കെ സാറ്, ഞാൻ ചിലരെയൊക്കെ ഇൻവൈറ്റ് ചെയ്യുമ്പം അവര് പറയുന്നത് എന്താ ഫോർ എവർ ലിവിങ് പ്രൊഡക്ട്സ് ആണോ, അങ്ങനെ ആണെങ്കിൽ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലെന്ന്. അതെന്താ കാരണം എന്ന് അറിയില്ല, ഒത്തിരി പേര് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് UAE. അപ്പൊ അതൊരു റീസൺ എനിക്ക് അതിന്റെ ഒന്നും മനസ്സിലാകുന്നത് എന്താണെന്ന് അവര് പറയുന്നത്. ഓക്കെ, ശ്രീജ മാഡം, താങ്ക് യു ഫോർ ജോയിനിങ് വിത്ത് us. കാരണം റാസൽ ഖൈമെന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല എത്രമാത്രം താല്പര്യത്തോടെ ആയിരിക്കണം എന്ന് ആലോചിച്ച് നോക്കുക. പക്ഷെ ചെല്ലുന്ന സമയത്ത് എന്റെ അപ്ലൈസ് ഷാജി സാറാ. റോട്ട് അയൺ ആണ് ഈ ഷാജി മിത്തൽ എന്ന് പറയുന്ന സാധനം. അത് മെറ്റൽ ആണ് ശരിക്കും, മിത്തൽ എന്നല്ല, മെറ്റൽ. ഓക്കെ, അപ്പൊ ഈ ഷാജി മെറ്റൽ എന്റെ ടീമിനകത്തുള്ള ശ്രീജ മാം പറഞ്ഞത് ഇപ്പൊ ഫോർ എവർ ലിവിംഗ് എന്നുള്ളത് മാഡം കോൺടാക്ട് ചെയ്ത ആളുകളെ ആണെങ്കിൽ ഇതുപോലെ തന്നെ പല കമ്പനികളുടെയും പേരെടുത്തിട്ട് അവർ അതിനോടൊപ്പം ഉപമിച്ചുകൊണ്ടോ അല്ല അതൊക്കെ ആയിട്ട് പറയാറുണ്ട്. അപ്പൊ അങ്ങനെ പല കമ്പനികളിൽ പ്രവർത്തിക്കുകയോ പല കമ്പനികളിൽ നിന്ന് പ്ലാൻ കേൾക്കുകയോ ചെയ്തിട്ടുള്ളവർ അവർ പറയുന്ന ഒബ്ജക്ഷനെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും, ഇതല്ലേ ശ്രീജ മാം? Thank you. We will try to raise to your question. And last and final question. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആണോ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്നായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. അതെ എല്ലാം അതുപോലെയല്ലേ? സാദി ഒന്ന് ചോദിച്ചേ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ ഫോർ ദ ഡേ. ഒബ്ജക്ഷൻ. ഹലോ സാദി, അബദ്ധത്തിൽ തുറന്നോ? ഓൾറെഡി ചോദിച്ചു. ഓക്കെ, വേറെ ആരെങ്കിലും? സമയമായി, നമുക്ക് സമയം ഒട്ടുമില്ല. മാത്രമല്ല ഇത് 1 മണിക്കൂർ കൊണ്ട് തീരുന്ന പ്രോഗ്രാം ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നമ്മൾ എന്നാലും തീർക്കാൻ ഒരു ശ്രമം നടത്താം. തൽക്കാലം അത്രയും മതി. ഓക്കെ, അപ്പം ചോദ്യം കൂടെ ആരും ചോദിക്കാത്തതുകൊണ്ട് ഞാൻ പറയുകയാണ്, നിങ്ങളുടെ പ്രോഡക്ട്സ് എല്ലാം വളരെ കോസ്റ്റ്ലി ആണല്ലോ. എക്സ്പെൻസീവ് പ്രൊഡക്റ്റുകളല്ലേ, സ്വാഭാവികമായിട്ടും കേൾക്കാവുന്നതാണ്. എന്തുകൊണ്ടാണ് ഈ ചോദ്യം ചിലർ മാത്രം ചോദിക്കുന്നത് വെച്ചാൽ അവർ ഫീൽഡിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നുണ്ടോ കേട്ടോ. ബാക്കിയുള്ളവർക്ക് ചോദ്യം ഇല്ലാത്ത എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വേണ്ട പരിപാടിക്ക് നമ്മൾ പോകാറില്ല എന്ന് വെച്ചാൽ പ്ലാനും കാണിക്കാറില്ല, പ്രൊഡക്റ്റും കൊടുക്കാറില്ല. അപ്പൊ പിന്നെ ഒബ്ജക്ഷനും വരില്ല. ഈ ഒബ്ജക്ഷൻ വരുന്നത് അപ്പോഴേ ഉള്ളൂ കേട്ടോ. നമ്മൾ ഇതിനുവേണ്ടി ഇറങ്ങി പുറപ്പെട്ടാലേ പ്രശ്നമുള്ളൂ. അത് ഒബ്ജക്ഷൻ കേൾക്കാതിരിക്കാൻ ഏറ്റവും നല്ലത് പ്ലാൻ കാണിക്കാതിരിക്കുക, പ്രൊഡക്റ്റ് പറയാതിരിക്കുക. ആദ്യമേ തന്നെ ഞാനത് പറഞ്ഞു. അതുപോലെ ബാലു സാർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇപ്പൊ പണിയായല്ലോ, ഞാൻ മ്യൂട്ടാൾ ചെയ്തിട്ട് ഇനി ഓരോരുത്തരെയും പോസ്റ്റ് ആക്കേണ്ടി വരും. ഓക്കെ, സമയം 10 മിനിറ്റ് കഴിഞ്ഞു. നമുക്ക് ഇനി സമയം കൊടുത്താല് എന്റെ സെഷൻ തീരില്ല. ഓക്കെ, പെട്ടെന്ന് അതുല്യം ബാലു സാറും ഒന്ന് പെട്ടെന്ന് സമയം. വേറെ ആരും തൽക്കാലം അൺമ്യൂട്ട് ചെയ്യല്ലേ, നമുക്ക് സമയമില്ല. നമ്മുടെ എല്ലാം എത്തേണ്ടവരെത്തി. 200 ആയിരുന്നു പറഞ്ഞിരുന്നത്, 13 പേര് എക്സ്ട്രാ ഉണ്ട്. ഓക്കെ, അതുല്യ ബാലു സാറിനെ കോഹോസ്റ്റ് ആക്കരുത്. ബാലു സാർ എവിടെയാണ് ഹാൻഡ് റൈസ് ചെയ്ത പിള്ളേർ? ബാലു സാർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബാലു സാറിനെ ഞാൻ കോഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്. നെറ്റ്വർക്ക് ഉണ്ടാവും. ഓക്കെ, ഫോർ ദ ടൈം ബീയിങ് ഞാൻ തൽക്കാലം എല്ലാവരെയും ഒന്ന് മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് കോഹോസ്റ്റ് ആയിട്ടുള്ളവരുടെ ഉത്തരവാദിത്വമാണ് ഒന്ന് ചെക്ക് ചെയ്യുക ഡ്രസ് കോഡും പിന്നെ ക്യാമറ ഓൺ ആണെന്നുണ്ടെങ്കിൽ അവർ പ്രോപ്പറായിട്ട് ഉണ്ടെന്നുള്ളത്. അതുപോലെ എഴുതിയെടുക്കാനുള്ള മെറ്റീരിയൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും.
അത് എല്ലാ പോയിന്റും എഴുതിയെടുക്കണമെന്നില്ല, എങ്കിൽ പോലും ചില പോയിന്റുകൾ നിങ്ങൾക്ക് താല്പര്യമുള്ളതോ നിങ്ങൾ ഇതുവരെ ഫേസ് ചെയ്തിട്ടുള്ളതിനുള്ള ഉത്തരം കിട്ടുമ്പോൾ നന്നായിരിക്കും. എനിവേ, താങ്ക് യു. ഇത്രയും പേര് ക്യാമറ ഓൺ ചെയ്തതിന് സ്പെഷ്യൽ കൺഗ്രാജുലേഷൻ റിയലി. ആൻഡ് ചാറ്റ് ബോക്സ് അബണ്ടന്റ് ആയിട്ട് യൂസ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. ചാറ്റ് ബോക്സിലൂടെ മാത്രമേ എനിക്ക് കാണാൻ പറ്റുള്ളൂ. അതിനെ ബാക്കിയുള്ള കോഹോസ്റ്റുകളും കൂടെ ഒന്ന് ചെക്ക് ചെയ്തേക്കുക, എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്നോ എന്തൊക്കെ അപ്രീഷിയേഷൻസ് വരുന്നതെന്നുള്ളത്. റൈറ്റ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ സായാഹ്നം ഇനിയിപ്പോൾ നമുക്ക് എത്തേണ്ട നമ്പർ എത്തിയതുകൊണ്ട് തന്നെ നമുക്ക് തുടക്കം കുറിക്കാം. പ്രധാനമായിട്ടും നമ്മൾ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നടക്കുന്ന മൊമെന്റത്തിൽ, ഇപ്പൊ നടക്കുന്ന ഹൈ റൈസ് ഹൈ പിച്ച്ഡ് ബിസിനസ് ആണ് നടക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. തകർത്ത് പെയ്യുന്ന മഴ ഉണ്ടായിട്ട് പോലും അതിനെ വകവയ്ക്കാതെ ലീഡർഷിപ്പിൽ ഉൾപ്പെടുന്ന എല്ലാവരും തന്നെ ഇറങ്ങി പ്രവർത്തിക്കുന്നു. ഈ സമയത്ത് നമ്മളിൽ വന്നു ചേരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആണ് പ്രോസ്പെക്ടിങ്. നമ്മൾ പഠിച്ചു, പ്ലാൻ പ്രസന്റേഷൻ പഠിച്ചു, അത് കഴിഞ്ഞ് നമ്മൾ ഫോളോ അപ്പും പഠിച്ചു. പക്ഷെ ചില സമയങ്ങളിൽ പ്ലാൻ പ്രസന്റേഷൻ കഴിഞ്ഞ് ഫോളോ അപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന സ്പെസിഫിക്കലി ഇപ്പോഴത്തെ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് ഈ നെക്സ്റ്റ് 45 മിനിറ്റ്സിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് സ്പെസിഫിക് ടു ഫോളോ അപ്പിൽ ചെല്ലുമ്പോൾ സംഭവിക്കുന്ന ചില ഒബ്ജക്ഷൻസും അവയെ നമുക്ക് എങ്ങനെ കൈകാര്യം ചെയ്യാന്നുള്ളതാണ്. ഇതിനകത്ത് ഒരുപക്ഷെ സബ്ജക്ട് കൈകാര്യം ചെയ്യുമ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു മെച്യൂർഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണെന്ന് പറഞ്ഞ പോലെ തന്നെ ഇൻഡസ്ട്രിയും ഇന്ത്യയിൽ മെച്യൂർഡ് ആയി കഴിഞ്ഞു. ഒരു സെഞ്ചുറി കംപ്ലീറ്റ് ചെയ്തതാണ് ലോകവ്യാപകം എങ്കിലും ഇന്ത്യയിൽ 25 വർഷം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ സിൽവർ ജൂബിലി സെലിബ്രേഷൻ കഴിഞ്ഞ ഒരു ഇൻഡസ്ട്രിയാണ്. അതുകൊണ്ട് തന്നെ മെച്യൂർഡ് ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ്. ആദ്യകാലങ്ങളിൽ 80കളിലോ 88 അല്ലെങ്കിൽ 90കളിൽ കണ്ട ഒബ്ജക്ഷൻ ഹാൻഡ്ലിംഗ് ഒന്നും അല്ല 90 അല്ലെങ്കിൽ 2000s കണ്ട ഒബ്ജക്ഷൻസ് അല്ല ഇന്ന് നമ്മൾ കാണുന്നത്. ഇന്നിപ്പോ ഏറ്റവും കൂടുതൽ നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചു കാണും, 5 പേർക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാൻ അവസരം കൊടുത്തപ്പോൾ അതിൽ മിക്കവാറും 4 പേരും ചോദിച്ചത് ഞാൻ ആ കമ്പനിയുടെ പ്ലാൻ കേട്ടിട്ടുണ്ട്, ഞാൻ ആ കമ്പനിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്, ആ കമ്പനിയും ഈ കമ്പനിയും തമ്മിൽ എന്ത് അന്തരമുണ്ട്, അല്ലെങ്കിൽ എല്ലാം ഒന്നല്ലേ? ഇങ്ങനത്തെ ചില ചോദ്യങ്ങളാണ് പൊങ്ങി വരാറുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും പണ്ട് അങ്ങനെയല്ല. പണ്ട് എന്താണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കൊടുക്കേണ്ടിയിരുന്നു, എന്താണ് ഡയറക്ട് സെൽ ഇൻഡസ്ട്രി എന്ന് വേർതിരിച്ച് കാണിക്കേണ്ടിയിരുന്നു, എന്താണ് ലീഗൽ ഇല്ലീഗൽ എന്നൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടി വരും. ഈ ലീഗൽ ഇല്ലീഗൽ ഇപ്പോഴും പറഞ്ഞു കൊടുക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ പോലും ബാക്കിയുള്ളത് മിക്കവാറും എല്ലാവർക്കും അറിയാം. ഇന്ന് നെറ്റ്വർക്ക് മാർക്കറ്റിംഗോ ഡയറക്ട് സെൽ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ മനസ്സിലാവാത്ത ഒരു മലയാളിയും ഇല്ല എന്നുള്ളതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ആകെയുള്ളത് ഇപ്പൊ പറഞ്ഞ പോലെ ഞാൻ ഫോർ എവർ ലിവിങ്, ഞാൻ മോഡികെയർ, ഞാൻ ടെപ്പർവെയർ, ഞാൻ ഒറിഫ്ലെയിം, ഞാൻ ആംവേ, അതിനകത്ത് പ്രവർത്തിച്ച് അതിന്റെ പ്ലാൻ കണ്ടിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്യും? ഇതൊരു സാധാരണ രീതി കേൾക്കുന്ന ഒരു ഒബ്ജക്ഷൻ. അതുപോലെ കേൾക്കുന്ന കുറെ കോമൺ ഒബ്ജക്ഷനിൽ ഒന്നാണ് നമ്മുടെ നന്ദകിഷോർ സാർ ലാസ്റ്റ് നിർത്തിയ പോലെ തുടങ്ങിയാൽ കൊള്ളാം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും പൈസ ഇല്ല. ഇത്തരത്തിലുള്ള കോമൺ ആയിട്ടുള്ള സത്യവേ പറഞ്ഞു കഴിഞ്ഞാൽ 6ഓളം ഒബ്ജക്ഷൻസ് ആണ്. അതിന്റെ പല വകഭേദങ്ങളാണ്, പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻ ആണ് വർക്ക് ചെയ്യാറുള്ളത്. 6 ഒബ്ജക്ഷൻസ് നാളെ ഇതുവരെയായിട്ടും കണ്ടുപിടിച്ചിട്ടുള്ളത്. അതിലൊന്നാണ് നിങ്ങളെ പോലെ എനിക്ക് ചടുലമായി സംസാരിക്കാൻ അറിയില്ലല്ലോ, എനിക്ക് ഇത്രയും കോണ്ടാക്ട് ഇല്ലല്ലോ, റൈറ്റ്, എക്സ്പെൻസീവ് പ്രൊഡക്റ്റ് അല്ലേ, ആളെ പിടിക്കാൻ പോവണ്ടേ, റൈറ്റ്, അൾട്ടിമേറ്റ്ലി പ്രൊഡക്ട്സ് വിൽക്കണ്ടേ, ഇങ്ങനത്തെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ നമുക്ക് ഇവർ ശാസ്ത്രീയമായിട്ട് തന്നെ, ഞാൻ വീണ്ടും പറയാൻ കാര്യം സയൻസ് എന്ന് പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ 20-25 കൊല്ലമായ ഒരു ഇൻഡസ്ട്രി ഇന്ത്യയിൽ, കമ്പനി തന്നെ 20 കൊല്ലം കംപ്ലീറ്റ് ചെയ്തു. അപ്പം സാധാരണഗതിയിൽ ഇനി അങ്ങോട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു മെച്യൂർഡ് കമ്പനിയുടെ റെസ്പോൺസിബിൾ ബിസിനസ് ഓണർ എന്നുള്ള രീതിയിൽ വേണം നമ്മൾ കൈകാര്യം. അതുകൊണ്ട് തന്നെയാണ് കമ്പനി 20 കോടി അഡീഷണൽ ആയിട്ട് വെച്ച് നീട്ടുന്നത്. അപ്പം അതെല്ലാം മനസ്സിലാക്കി പെരുമാറുമ്പോൾ നമുക്കറിയാവുന്ന ചില കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ സ്ലൈഡ് പ്രസന്റേഷനിലൂടെ നമുക്ക് ഒന്ന് കൈകാര്യം ചെയ്യാം. ഇത് വരുന്നുണ്ടോ എന്നൊന്ന് നോക്കണം. ഞാനൊന്ന് പ്രൊജക്ട് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ഫുൾ സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് നോക്കിയാൽ. ഞാനൊരു സ്ലൈഡ് പ്രസന്റേഷൻ, നിങ്ങളുടെ വേണ്ടവരെല്ലാം വന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇനിയും ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് പെട്ടെന്ന് വിളിച്ചേരെ, കാരണം നഷ്ടപ്പെടണ്ട. ഇത് റെക്കോർഡ് ചെയ്യുന്നത് കൊടുക്കാൻ വേണ്ടിയല്ല, ഒരു പ്രൂഫിന് വേണ്ടിയാണ്. ഫുൾ സ്ക്രീനിൽ കാണുന്നുണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ ടോപ്പിക് നമ്മൾ കൈകാര്യം ചെയ്തത് ഹൗ ടു ഹാൻഡിൽ സെയിൽസ് ഒബ്ജക്ഷൻ. സെയിൽസ് ഒബ്ജക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ജനറലൈസ് ചെയ്യുകയാണെങ്കിൽ വളരെ വിപുലമായ ഒരു സബ്ജക്റ്റ് ആണ്, വളരെ ബ്യൂട്ടിഫുൾ ആണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, വളരെ റിയലി ഞാൻ പറഞ്ഞത് ഇറ്റ്സ് എ റിയലി ഇൻട്രസ്റ്റിംഗ്. ഞാൻ ആരാണെന്ന് ആരെന്തവർക്ക് വേണ്ടി ഞാനൊന്ന് പറഞ്ഞുതരാം. ഐ ആം ബൈ പ്രൊഫഷൻ എഞ്ചിനീയർ, ദാറ്റ് എയറോനോട്ടിക്കൽ എഞ്ചിനീയർ. ആ വ്യക്തിയാണ് ഇന്നിപ്പോ സെയിൽസിനെ പറ്റി ഇത്രയ്ക്ക് ഇൻട്രസ്റ്റിംഗ് ആണെന്ന് പറയാൻ കാര്യം. അപ്പൊ എന്നെ പോലത്തെ ഒരു വ്യക്തിയെ ആ തലത്തിൽ നിന്ന് ഈ തലത്തിലേക്ക് മാറ്റാൻ സാധിച്ചത് വിന്നിംഗ് ടീമും വെസ്റ്റീജും കൂടെ കൈകോർത്തൊരുക്കിയിരിക്കുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമും ഇതിലെ ട്രെയിനിങ്ങുകളുമാണ്. നിങ്ങളെയും അതുപോലെ തന്നെ മൗൾഡ് ചെയ്യാൻ പറ്റും. കാരണം നമ്മളെല്ലാം വ്യത്യസ്ത മേഖലയിൽ നിന്ന് വന്നിട്ടുള്ളത്. ആ പല മേഖലകളിൽ നിന്ന് വന്നവരെല്ലാം വന്നു ചേരുന്ന ഒരേ ഒരു സ്ഥലം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്. അപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മളെ പുറകോട്ട് വലിക്കുന്ന ഒരു ഘടകം, അവരെങ്ങാനും എന്നോട് ഇങ്ങനെ ചോദിച്ചാൽ ഞാൻ എന്ത് ചെയ്യും, അവരെന്നോട് ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ഈ സെയിൽസ് ഒബ്ജക്ഷൻ ഹാൻഡ്ലിംഗ് ആണ് നമ്മളിന്ന് കൈകാര്യം ചെയ്യുന്നത്. അപ്പം ഒബ്ജക്ഷൻസ് ഹാൻഡ്ലിംഗ്, ഒബ്ജക്ഷൻസ് വരാതിരിക്കുക എന്നുള്ളതല്ല, ഒബ്ജക്ഷൻസിനെ എതിർക്കുക എന്നുള്ളതല്ല. ഒബ്ജക്ഷൻസ് എപ്പോഴാണ് വരിക? എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിലേ വരുള്ളൂ.
അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ട് പോയിക്കോട്ടെ എന്നൊരു മനോഭാവത്തോടെ അവിടെ ഇരിക്കും. അവർ എന്തെങ്കിലും ഒബ്ജെക്ഷൻ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ദേ ഹാവ് ഗോട്ട് സം ഇൻട്രസ്റ്റ്. ഓക്കെ, അതുകൊണ്ട് അതൊരു ശത്രുതാ മനോഭാവമാണെന്നോ എന്നെ താഴ്ത്തി കെട്ടാൻ വേണ്ടിയാണ് നമുക്ക് ഈ മലയാളികൾ സ്വതവേ പറയുന്ന ഒരു പദം ഉണ്ടല്ലോ, കൊച്ചാക്കാൻ വേണ്ടി, അതൊന്നും അല്ല. ഒബ്ജെക്ഷൻസ് അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് കൈകാര്യം ചെയ്യുന്ന ഒബ്ജെക്ഷൻസ് ഹാൻഡ്ലിംഗ് ഇൻ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്. കാരണം നമ്മളിവിടെ സെയിൽസ് മാത്രമല്ല, വി ഡു ബോത്ത് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്. സെയിൽസ് ഈസ് ഗിവിംഗ് ദ പ്രൊഡക്റ്റ് ഓർ സർവീസ് ആൻഡ് ഗെറ്റിംഗ് ദ മണി, അല്ലേ? ഉൽപ്പന്നമോ സേവനമോ കൊടുത്തതിന് ശേഷം പൈസ മേടിക്കുന്നതാണ് സെയിൽസ് എന്നുണ്ടെങ്കിൽ, മാർക്കറ്റിംഗ് എന്നുള്ളത് ഈ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഈ പ്രൊജക്റ്റ് അവർക്ക് വേണമെന്ന രീതിയിൽ പ്രസന്റ് ചെയ്യാന്നുള്ളത്. അപ്പൊ ഇത് രണ്ടും നമ്മൾ ചെയ്യുന്നു. അഥവാ ഞാൻ ഒന്നുകൂടെ ക്ലിയർ ആക്കുകയാണെങ്കിൽ, നമുക്ക് ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ മാത്രമല്ല കമ്പനി അധികാരം തന്നേക്കുന്നത്, മറിച്ച് നിങ്ങൾ എന്താണോ ഈ ഓപ്പർച്യൂണിറ്റിയിലുള്ളത് അതേ അവസരം മറ്റുള്ളവർക്കും കൊടുക്കാം. ഹലോ, ഓർക്കാത്തവർ ഒന്നുകൂടെ ഓർത്തേ, വെറും ഉൽപ്പന്നം മാത്രമാണോ നമ്മൾ വിൽക്കുന്നത്? അല്ല, നമ്മൾ നമ്മുടെ ബിസിനസ്സും കൂടെ വിൽക്കുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ വളർന്നു വന്നോ അതേ രീതിയിൽ നിങ്ങൾക്കും വളരാം. ഒരു പക്ഷെ എന്നേക്കാൾ ബെറ്റർ ആയിട്ട് ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് വളരാം. അപ്പൊ അത് ഇന്നത്തെ ലോകത്ത്, പ്രത്യേകിച്ചും ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ മാറി വന്നേക്കുന്ന ഈ സാഹചര്യത്തിൽ, പോസ്റ്റ് കോവിഡ് സിനാരിയോ, കോവിഡിന് ശേഷമുള്ള ഒരു ലോകം, അത് കോവിഡിന് മുമ്പുള്ള ലോകവും കോവിഡിന് ശേഷമുള്ള ലോകവും രണ്ടാണ്. ഇന്ന് ആളുകൾ ഓപ്പർച്യൂണിറ്റി തേടി നടക്കുന്നവരാണ്. കോവിഡിന് മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. ഇന്ന് ആളുകൾക്ക് പലർക്കും അവർ ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തിയിൽ നിന്ന് പിന്മാറേണ്ടി വന്നിട്ടുണ്ട്. സോ ദേ ആർ ലുക്കിംഗ് ഫോർ സം ആൾട്ടർനേറ്റീവ് ഓപ്ഷൻ. മാത്രമല്ല, ഡിജിറ്റൽ എന്നുള്ളത് ഇനി പഠിപ്പിക്കാനൊന്നും നിൽക്കണ്ട, എല്ലാവരും ഡിജിറ്റലാണ്. അപ്പൊ ഇത്രയും ആനുകൂല്യങ്ങൾ നമുക്കുണ്ട്. ആ ആനുകൂല്യങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മളിവിടെ കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അതും കൂടെ മനസ്സിലായിക്കൊണ്ട് വേണം നമ്മളിവിടെ പെരുമാറാൻ. ഓക്കെ, റൈറ്റ്. അപ്പം നമുക്കൊന്ന് നോക്കാം. സാധാരണ കേൾക്കുന്ന, ഇപ്പൊ നിങ്ങൾ പറയുന്നതിന് മുമ്പ് തന്നെ ഞാൻ എഴുതി തയ്യാറാക്കി, അല്ല നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ എഴുതി ഉണ്ടാക്കിയതല്ല കേട്ടോ. സാധാരണ കേൾക്കുന്ന ചില ഒബ്ജെക്ഷൻസ് ആണ് കേട്ടോ. നിങ്ങൾ പറയാൻ തുടങ്ങിയപ്പോൾ തന്നെ ഇത് ഗണിച്ചൊന്നും വെച്ചതല്ല. കാരണം ഞാനും മാർക്കറ്റ് പ്ലാൻ കാണിക്കാറുണ്ട്. ഇന്നും കഴിഞ്ഞു 3 പ്ലാൻ. അപ്പൊ അവിടെ ഞാൻ UCD ആണെന്നും പറഞ്ഞ് അല്ലല്ലോ പ്ലാൻ കാണിക്കുന്നു. ഇനി കാണിച്ചാലും അവർക്കൊന്നും മനസ്സിലാവത്തുമില്ല. ഏത് വ്യക്തിയും ഒരു പ്രോസ്പെക്ട്സിന്റെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ സാധാരണ കേൾക്കാവുന്ന ഒരു പ്രധാനപ്പെട്ട ഒബ്ജക്ഷൻ ആണ്, ഓ ഇതും മറ്റേതുപോലെ തന്നെ അല്ലേ, അതുപോലെ അല്ലേ, ഞാൻ ആ കമ്പനിയിൽ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ കമ്പനി എനിക്കും അറിയാമായിരുന്നു. അപ്പം സിമിലർ കമ്പനീസ് ആൻഡ് സിമിലർ സ്കീംസ്. നിങ്ങളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മൾ പ്ലാൻ പറഞ്ഞ് തുടങ്ങുമ്പോൾ തന്നെ അത് ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് 1-on-1-ലാണ്. പലപ്പോഴും ഹോം മീറ്റിങ്ങിലോ അത്രയ്ക്കേറെ കേൾക്കാൻ വഴിയില്ല. കാരണം ആളുകൾ കുറച്ചിരിക്കുമ്പം തൽക്കാലം എന്തെങ്കിലും പറഞ്ഞോട്ടെ കേട്ടേക്കാം എന്ന് പറഞ്ഞിരിക്കുന്നവരായിരിക്കും. 1-on-1 പറയുമ്പോഴാണ് ഇതൊക്കെ എനിക്കറിയാം, ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ 1-2 കമ്പനിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ഒബ്ജെക്ഷൻസ് ആണ് കൂടുതൽ കേൾക്കാറുള്ളത്. പിന്നെ രണ്ടാമത്, എന്ത് പറഞ്ഞാലും അവസാനം ആളെ പിടിക്കണ്ടേ? നിങ്ങൾ ഇതിപ്പോ എങ്ങനെ പൊലിപ്പിച്ച് പറഞ്ഞാലും ആളെ ചേർക്കുന്ന ഒരു പ്രസ്ഥാനമല്ലേ. കേട്ടിട്ടുള്ളവർ മാത്രം ചാറ്റ് ബോക്സിൽ ഒരു തംസപ്പ് എനിക്ക് തന്ന എനിക്കൊരു മോട്ടിവേഷൻ ആവും. ആ ശരിയാട്ടോ, ഇന്നലെ പറഞ്ഞപ്പോഴും ഇതാണ് കേട്ടത്. ആളെ പിടുത്തമല്ലേ ഫൈനൽ പരിപാടി. ഈ ചോദ്യം കേട്ടിട്ടുള്ളവർ മാത്രം തംസപ്പ് ചെയ്താൽ മതി, അല്ലാത്തവർ വിട്ടാൽ. ഞാൻ വീണ്ടും പറയുന്നു, ഇതുപോലത്തെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കേണ്ടി വരികയോ ഇതുപോലത്തെ ഒബ്ജക്ഷൻ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരികയോ ചെയ്യുന്നത് പ്ലാൻ കാണിക്കാൻ പോയാലേ ഉള്ളൂ. പ്ലാൻ കാണിക്കാതിരുന്നാൽ ഈ ഒബ്ജക്ഷൻസ് ഒന്നും വരില്ല. രണ്ടാമത്, ഇനി ഉൽപ്പന്നം വിറ്റുകൊണ്ട് നടക്കണ്ടേ? അപ്പൊ നിങ്ങൾ ചെയ്യുന്ന അതേ പരിപാടി ഞാനും ചെയ്യണ്ടേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളെ പിടിക്കാൻ പോകണം, ഉൽപ്പന്നം വിൽക്കാൻ പോകണം. അപ്പം ഈ പരിപാടി തന്നെയാണല്ലോ ഫൈനലി. പിന്നെ നന്ദസുഷ സാർ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ പ്രൊഡക്റ്റിനെല്ലാം കോമൺ മാർക്കറ്റിലുള്ള പ്രൊഡക്റ്റിനേക്കാൾ വില കൂടുതലല്ലേ, എക്സ്പെൻസീവ് അല്ലേ? ഈ ഒബ്ജക്ഷൻസ് കേട്ടിട്ടുള്ളവർ മാത്രം ഒന്ന് ഇൻഡിക്കേഷൻ തരിക, അല്ലെങ്കിൽ വിട്ടേക്കുക. ഓക്കെ, അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നിങ്ങളിൽ ചിലരെങ്കിലും പ്ലാൻ കാണിക്കുന്നുണ്ട് എന്ന് എനിക്ക് ഇപ്പോൾ ബോധ്യമായി. കാരണം കുറച്ചുപേരെങ്കിലും എന്നെ റെസ്പോണ്ട് ചെയ്തു. 200-ൽ എനിക്ക് 10-70 പേരെങ്കിലും റെസ്പോണ്ട് ചെയ്തതിന്റെ അർത്ഥം നിങ്ങളെല്ലാം ഇതേ ക്വസ്റ്റ്യനും ഇതേ രീതിയിലുള്ള ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡെയിലി ബേസിസ്. ശരിയല്ലേ? അപ്പം ഈ ചോദ്യങ്ങൾ ഇത് മാത്രമല്ല കേട്ടോ, ഇതിനോട് അനുബന്ധമായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളുണ്ട്. പക്ഷെ 6 ചോദ്യങ്ങളെ മേജർലി ഉള്ളൂ. 6 ഒബ്ജക്ഷൻസ് ആണ് സാധാരണ ഇതിൽ നമ്മൾ ഡയറക്ട് സെൽ ഇൻഡസ്ട്രി കേൾക്കാറുള്ളത്. അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റി തിരിച്ചൊക്കെ ചോദിക്കും. അപ്പൊ ഈ ചോദ്യങ്ങൾക്ക് നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക, ഇതായിരിക്കും നമ്മുടെ ഇന്നത്തെ സായാഹ്നത്തെ സബ്ജക്ട്. ഓക്കെ, അപ്പൊ ഇപ്പോഴത്തെ സമയം വെച്ചിട്ട് എനിക്ക് തോന്നുന്നു നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇനി അഥവാ ഇച്ചിരി നീണ്ടുപോയാലും എന്നോടൊപ്പം സഹകരിക്കുക, എഴുന്നേറ്റ് പോയേക്കരുത്. നമ്മൾ ഈ തുടങ്ങിയവരെല്ലാവരും ലാസ്റ്റ് വരെ ഉണ്ടാവണം. നമുക്കപ്പം എങ്ങനെയാണെന്ന് കൈകാര്യം. നീഡ് ടു അറ്റൻഡ് മീറ്റിംഗ്. ഇനി മറ്റൊരു കൂട്ടരുണ്ട്. ഇത് ചിലർക്ക് ഇത് വളരെ റെയറായിട്ടേ ഉള്ളൂ. എന്നാൽ പോലും തുടക്കത്തിലല്ലെങ്കിലും തുടങ്ങിക്കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അവർ പറയുന്ന, ഈ മീറ്റിങ്ങും സെമിനാറും ഇല്ലാത്ത എന്തെങ്കിലും പരിപാടി ഉണ്ട്. എപ്പോൾ നോക്കിയാലും പ്രൊഡക്റ്റ് വിൽക്കണമെങ്കിൽ ഞാൻ വിൽക്കാമായിരുന്നു. പക്ഷെ ഇതല്ല, പ്രൊഡക്റ്റിനേക്കാൾ കഷ്ടം അടുത്ത ഞായറാഴ്ച മീറ്റിംഗ് ഉണ്ട് കേട്ടോ, ശനിയാഴ്ച EDS ഉണ്ട് കേട്ടോ. ഈ മീറ്റിങ്ങും ട്രെയിനിങ്ങും അറ്റൻഡ് ചെയ്യുന്നത് ഒഴിവാക്കി കിട്ടുമോ? കാരണം എൻ്റെ പ്രൊഫഷൻ അതില്ല, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്വയം തൊഴിൽ അതില്ല.
പക്ഷെ നിങ്ങളുടെ അതിനകത്ത് വന്നാൽ എപ്പോൾ നോക്കിയാലും മീറ്റിംഗും ട്രെയിനിങ്. ശരിയല്ലേ? ഇത് കേട്ടിട്ടുള്ളവർ മാത്രം ഒന്ന് യെസ് എന്നോ തംസപ്പോ ചെയ്യുക. അപ്പൊ ഇത്തരത്തിലുള്ള ഒബ്ജെക്ഷൻസ് നമ്മൾ കേൾക്കുമ്പോൾ ആദ്യം നമ്മൾ ഞാൻ 2 ഭാഗമായിട്ടാണ് ഇതിനെ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ഞാൻ ഇച്ചിരി സ്പീഡിൽ പറഞ്ഞു പോകും. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്താണ് ഇതിന്റെ പിന്നിലെ ചേതോ വികാരം എന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി. എന്ന് പറഞ്ഞാൽ സെയിൽസ് പ്രോസസ് എന്താണെന്ന് ആദ്യം ഒന്ന് മനസ്സിലാവണമല്ലോ. അതിനുശേഷം മതി ഒബ്ജെക്ഷൻസ് എന്തുകൊണ്ട് വരുന്നു എന്നുള്ള മനസ്സിലാക്കുക. അപ്പൊ ഒബ്ജെക്ഷൻ ലാസ്റ്റ് വരുന്നത് സെയിൽസ് പ്രോസസ്. ഒബ്ജെക്ഷൻ എപ്പോഴാണ് വരുന്നത്? മിക്കവാറും ക്ലോസ് ദ സെയിൽ വരുമ്പോഴേ വരുള്ളൂ. അപ്പൊ ക്ലോസ് ദ സെയിൽ വരുന്നതിന് മുമ്പ് എന്തൊക്കെയോ ഉണ്ടല്ലോ, അതെന്തൊക്കെയാ ഒന്ന് നോക്കാം. ഒന്ന്, ഒരു നീഡ്, ആവശ്യകത. ഇതിനു വേണ്ടിയാണ് നമ്മൾ പലപ്പോഴും PMF പറയണേന്ന് നിങ്ങളോട് ഉപദേശിക്കാറുള്ളത്. PMF പറയാൻ പറയുന്നതിന്റെ ഉദ്ദേശം പ്രൈം മോട്ടിവേറ്റിംഗ് ഫാക്ടർ പറയാൻ പറയുന്നതിന് ശേഷം ആ വ്യക്തിയിൽ ഒരു നീഡ് ഉണ്ടാവണം, ഇല്ലെങ്കിൽ ഉണ്ടാക്കണം. എയർ പ്യൂരിഫയർ ഒരിക്കലും ആവശ്യമുള്ള ഒരു വസ്തുവാണെന്ന് തോന്നിയിരുന്നില്ല എപ്പോൾ വരെ നിങ്ങൾ ആ എയർ പ്യൂരിഫയറിന്റെ ഗുണഗണങ്ങൾ വിവരിച്ചു കൊടുക്കുന്നത്. അപ്പോഴാണ് ആ വ്യക്തിക്കും തോന്നിയത് ബെഡ്റൂമിൽ ഒരെണ്ണം ഉണ്ടെങ്കിൽ നല്ലൊരു ഉറക്കം കിട്ടുകയാണെങ്കിൽ കൊള്ളാം. അപ്പൊ നീഡ് ഉണ്ടാവണം, അല്ലെങ്കിൽ ഉണ്ടാക്കണം. ഗ്ലൂക്കോസമൈൻ കഴിച്ചാൽ മുട്ടുവേദന, അല്ലെങ്കിൽ നമുക്ക് നോന് കഴിച്ചാൽ ഇൻഫ്ലമേഷൻ കുറയും. അപ്പം ആ ഒരു നീഡ് അവരിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് സെയിൽസ് പ്രോസസ്സിന്റെ ഭാഗമാണ്. അത് കഴിഞ്ഞാലോ നീഡായിട്ട് തന്നെ നിന്നാൽ പോരാ, അതിനെ ഡിസയർ ആവണം. എന്ന് പറഞ്ഞാൽ ഇതെനിക്ക് കൂടിയേ തീരൂ. ക്ലിയർ ആണല്ലോ? പ്രോട്ടീൻ പൗഡർ നമ്മൾ ആദ്യമൊന്നും കഴിക്കാൻ നമ്മൾ ചെറിയ സ്പൂൺ ഇട്ട് ഒരു ഇച്ചിരി പാലിന്റെ മുകളിൽ ഇങ്ങനെ കലക്കി കഴിച്ച നമ്മൾ ഇന്ന് 15, 20, 30 ഗ്രാം ഒക്കെ കഴിക്കുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് മനസ്സിലായി അതിന് അത്രയും രൂപ മുടക്കി സാധനം കഴിച്ചാൽ എന്ത് ഗുണം കിട്ടും. പക്ഷെ ഒരു പ്രോസ്പെക്റ്റിന്റെ മുമ്പിൽ അതൊരു വലിയ ആഗ്രഹമൊന്നും അല്ല. നിങ്ങൾ പറഞ്ഞതിന്റെ പേരിൽ ഓക്കെ എന്ന് സമ്മതിക്കുന്നു. അതുകൊണ്ടാണ് പലരും പ്രൊഡക്റ്റ് എടുക്കുമ്പം പറയുന്ന ഡോസേജ് കഴിക്കാതിരിക്കുക. ഓപ്പർച്യൂണിറ്റി വന്നാൽ മീറ്റിങ്ങുകളും CEOസും അറ്റൻഡ് ചെയ്യാതിരിക്കുക. അത് ഡിസയർ ആക്കി മാറ്റാത്തതുകൊണ്ട്. ഇനിയാ മൂന്നാമത്തെ സ്റ്റേജിൽ എങ്ങനെ ആക്കണം? ഈ നീഡും ഡിസയറും ഉണ്ടായതുകൊണ്ട് മാത്രമല്ല, വില്ലിങ്നെസ്. എന്തിനു വേണ്ടി? പൈസ തന്ന് പ്രൊഡക്റ്റ് എടുക്കാനോ അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാനോ അവരുടെ ഒരു വില്ലിങ്നെസ് ഉണ്ടാകും. ഈ വില്ലിങ്നെസിന്റെ സ്റ്റേജ് വരുമ്പോഴാണ് പലപ്പോഴും ഹസ്ബൻഡും വൈഫും ഉള്ളിടത്തൊക്കെ ബുദ്ധിമുട്ട് കാണാറുണ്ട്. ഹസ്ബൻഡ് എടുക്കുന്ന തീരുമാനത്തിന് വൈഫ് സപ്പോർട്ട് ചെയ്യാതിരിക്കുക, വൈഫ് എടുക്കുന്നതിനെ ഹസ്ബൻഡ് അനുകൂലിക്കാതിരിക്കുക. അപ്പൊ ആ വില്ലിങ്നെസ് ഉണ്ടാക്കിയെടുക്കുക. അവിടെയാണ് അതോറിറ്റി ആരുടെ കയ്യിലാണ്? ഫൈനലി ഹൂ ഈസ് ടേക്കിംഗ് ദ ഡിസിഷൻ? ഏണിംഗ് മെമ്പർ ആയിരിക്കണം എന്നില്ല കേട്ടോ ഡിസിഷൻ മേക്കർ. ഏണിംഗ് ഒരാളും ഡിസിഷൻ വേറൊരാളും ആയിരിക്കാം പല സമയത്ത്. ഞാൻ ആരാന്ന് പറയുന്നില്ല. അപ്പൊ ഒരു സെയിൽ പ്രോസസ്സിൽ ഈ 4 സ്റ്റെപ്പുകൾ വരുന്നുണ്ട്. എന്തൊക്കെയാണ്? ഒന്നുകൂടെ ശ്രദ്ധിച്ചോ. ഒന്ന്, നീഡ് ഉണ്ടാവണം, ഇല്ലെങ്കിൽ ഉണ്ടാക്കണം. പക്ഷേ അവരിപ്പോഴത്തെ കടം മേടിച്ച് ജീവിക്കുന്ന ജീവിതത്തിൽ കംഫർട്ടബിൾ ആയിരിക്കാം. ഇവിടുത്തെ കടമെടുത്ത് അവിടെ കൊടുത്ത്, അവിടുത്തെ ക്രെഡിറ്റ് കാർഡ് എടുത്ത് ഇത് ഉപയോഗിച്ച്, ഈ ക്രെഡിറ്റ് കാർഡ് എടുത്ത് മറ്റേത് കൊടുത്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോയിരിക്കും. നിങ്ങൾ ആദ്യമായിട്ട് ചോദിക്കുന്നു, നിങ്ങൾക്ക് ഈ കടബാധ്യതകളില്ലാത്തൊരു ജീവിതം വേണ്ടേ? അന്നാണ് അവർ ആദ്യമായിട്ട് അങ്ങനെ സാധിക്കുമോ? നാളെ ഇതുവരെ നമ്മൾ മനസ്സിലാക്കി വെച്ചത് കടത്തിലേ ജീവിക്കാൻ പറ്റുന്നു. അപ്പൊ കടമില്ലാത്തൊരു ജീവിതം എന്നുള്ളത് അവരുടെ ഒരു നീഡാണെങ്കിൽ അതിനെ നമ്മൾ ഡിസയർ ആക്കി മാറ്റും. അപ്പോഴാണ് നമ്മൾ ടൈം സെറ്റ് ചെയ്യുന്നത്. എന്തുകൊണ്ട് 2 വർഷം കൊണ്ട് നിങ്ങൾക്ക് കടബാധ്യതകളൊക്കെ മാറി നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള ഒരു വീട്ടിലേക്ക് താമസം മാറ്റിക്കൊടുക്കും. വാടക വീട് തന്നെയാണ് ജീവിതം എന്ന് വിചാരിച്ചവരെ നമ്മൾ പെർമനന്റ് സ്വന്തം ഹൗസിലേക്ക് മാറ്റുന്നത് അതൊരു ഡിസയർ ആക്കി മാറ്റും. അതിനുവേണ്ടി പ്രവർത്തിക്കാൻ അവർ തയ്യാറാവും. അപ്പോഴാണ് ലിസ്റ്റ് ഉണ്ടാക്കുകയും ആളുകളെ മീറ്റ് ചെയ്യാനും ഹോം മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാനും തയ്യാറാവും. അപ്പം ഇത് അതിനകത്തെ ഹസ്ബൻഡ് വൈഫ് മാരീഡ് ആണെങ്കിൽ ഒരുമിച്ച്, യങ്സ്റ്റേഴ്സ് ആണെങ്കിൽ പാരൻസിന്റെ സാന്നിധ്യത്തിൽ, അവരായിരിക്കും ചിലപ്പം അതോറിറ്റി. പലപ്പോഴും നിങ്ങൾക്ക് ഈ ഒബ്ജെക്ഷൻസ് വരാത്തത് അവർ അതോറിറ്റി അല്ലാത്തതുകൊണ്ട്. അതോറിറ്റി അടുത്ത് ചെല്ലുമ്പോൾ ഒബ്ജെക്ഷൻസ് വരും. ക്ലിയർ ആണോ? കാരണം പൈസ മുടക്കുന്ന അവരാണ്. ഭാര്യ കേട്ടിട്ട് തലയും കുലുക്കി പോയി ഭർത്താവിന്റെ അടുത്ത് പറയുമ്പോഴായിരിക്കും അതോറിറ്റി പറയുന്നത് വേണ്ടാത്ത പണിക്ക് പോകണ്ട. അതുകൊണ്ടാണ് നമ്മൾ 2 പേരെയും കൂടി ഇരുത്തി പറയണം. അപ്പം പറയുന്നത് ഗഹനമായ നിരീക്ഷണങ്ങളും പഠനങ്ങളും പറയുന്നത് 45% ചാൻസസ് ആർ ദെയർ വെൻ ഡിസിഷൻ മേക്കർ ഈസ് നിയർ. നമ്മൾ പ്ലാൻ കാണിക്കുകയോ പ്രൊഡക്റ്റ് പ്രസന്റ് ചെയ്യുകയോ ചെയ്യുമ്പോൾ അതൊരു തീരുമാനത്തിൽ എത്തുന്നത് ഡിസിഷൻ മേക്കർ അവിടെ ഉണ്ടെങ്കിൽ 45% ചാൻസ് ഉണ്ട്. എന്നിട്ട് 45 ഉള്ളൂ കേട്ടോ. അതേസമയം ഡിസിഷൻ മേക്കർ ഇല്ല എന്നുണ്ടെങ്കിൽ അത് 8% കുറയും. ഇപ്പൊ മനസ്സിലായില്ലേ? പലപ്പോഴും പ്ലാൻ കാണിക്കുകയോ പ്രൊഡക്റ്റ് കൊടുക്കുകയോ ചെയ്യുമ്പോൾ ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരിക്കണം നമ്മൾ ആവശ്യപ്പെടുന്നതിനുള്ള കാരണം തീരുമാനമെടുക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അതോറിറ്റി എന്ന് ഞാൻ ലാസ്റ്റ് എഴുതിയതിന്റെ ഗൗരവം നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായെന്ന്. 8ൽ നിന്ന് 45ലേക്ക് കൊണ്ടുപോകാൻ വീട്ടിൽ ചെന്നിട്ട് അവിടെ ചോദിച്ചേക്കരുത് കേട്ടോ, ഇവിടെ അതോറിറ്റി ആരാ, ഇവിടെ തീരുമാനങ്ങൾ എടുക്കുന്നവരാ, അങ്ങനൊന്നും ചോദിച്ചേക്കരുത് കേട്ടോ. മറിച്ച് നിങ്ങൾ കണ്ടറിഞ്ഞ് പെരുമാറുക. ഏത് ഭവനത്തിലാണെങ്കിലും ഭാര്യയും ഭർത്താവും ഉണ്ടെങ്കിൽ 2 പേരെയും കൂടി ഇരുത്തി പ്ലാൻ കാണാം. അല്ല നിങ്ങളിങ്ങനെ പോകുന്ന കഴിയുമ്പോൾ അവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചില വിഷാന്നൊക്കെ ആവും. അപ്പൊ അതുകൊണ്ട് ഡിസിഷൻ മേക്കിംഗ് ഈസ് ഹാപ്പനിങ് വെൻ ഇറ്റ് ഈസ് ഡിസിഷൻ മേക്കർ ഈസ് ദർ.
ദാറ്റ് ഈസ് 45%. എന്നിട്ട് 45 ഉള്ളൂ, 50 പോലും ആയിട്ടില്ല. അതേസമയം വളരെ ചെറുതായിട്ട് മാറും, 8% മാറും. നിങ്ങൾ ഒരാളോട് മാത്രം പറയുന്നു. കൊച്ചു ചെറുക്കനെ 18 വയസ്സുള്ള പയ്യനെ പിടിച്ചിട്ട് പ്ലാൻ കാണിക്കുന്നു. അവൻ ചെന്ന് അച്ഛനോട് പറയുകയാണെങ്കിൽ അച്ഛൻ പറയും ഉണ്ടായിരുന്നോ, കഴിഞ്ഞു. അതേസമയം അച്ഛൻ്റെയും കൂടെ മകനെയും കൂടി ഇരുത്തി പ്ലാൻ കാണിച്ചിട്ട് സമ്മതിക്കുകയാണെന്നുണ്ടെങ്കിൽ തീരുമാനമുണ്ട്. ഇനി എന്റെ സ്പീഡ് അധികം കൂടുതലൊന്നും അല്ലല്ലോ? ആരെങ്കിലും ഒന്ന് ഓക്കെ നോ? നന്ദു അല്ലെങ്കിൽ ഷീലമൻ ആരെങ്കിലും? സ്പീഡ് ഈസ് ഓക്കെ? പ്രശ്നമില്ല. നോ ക്ലോസ് നോ സെയിൽ. അതായത് ഞാൻ പറഞ്ഞു ഒബ്ജെക്ഷൻസ് വരുന്നത് സെയിൽസ് ക്ലോസിംഗിലേക്ക് പോകുമ്പോഴേ ഉള്ളൂ. പ്ലാൻ കാണിക്കുമ്പോഴൊന്നും ഒരാൾ ഒബ്ജെക്ഷൻ പറയാറില്ല, കാരണം അതല്ല അങ്ങനെ സൂചിച്ചിരിക്കുക. എന്റെ ചൂടുവെള്ളത്തിൽ തവളയുടെ കേസ് പറഞ്ഞ പോലെ. പക്ഷേ ദ മൊമെന്റ് യു ആസ്ക്, അങ്ങനെയാണെങ്കിൽ നമ്മൾ തുടങ്ങുമല്ലേ അല്ലെങ്കിൽ നമ്മൾ പ്രൊഡക്റ്റ് എടുക്കുമല്ലേ എന്ന് പറയുമ്പോഴായിരിക്കും ഒബ്ജെക്ഷൻസ് ഒന്നൊന്നായിട്ട് മുമ്പോട്ട് വരിക. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? പ്ലാൻ മനോഹരമായിട്ട് കാണിക്കും, പക്ഷെ ക്ലോസ് ചെയ്യാൻ നോക്കില്ല. 73% ഓഫ് ദ സെയിൽസ് എഫർട്സ് ഗോ വിതൗട്ട് അറ്റംപ്റ്റ് ടു ക്ലോസ്. ക്ലോസ് ചെയ്യുന്നല്ല, ഈവൻ ഡോണ്ട് അറ്റംപ്റ്റ്. നമ്മൾ അതിനൊരു മുതിരുക പോലും ചെയ്യില്ല. നമ്മൾ ഒന്ന് ക്ലോസ് ചെയ്യാനുള്ള ശ്രമം പോലും നമ്മൾ നടത്തില്ല. കാരണം അതിനുവേണ്ടി എങ്ങാനും മുതിർന്നാൽ അവരെങ്ങാനും ഒബ്ജെക്ഷൻ പറഞ്ഞാലോ, അപ്പൊ സേഫ് എന്താ? ക്ലോസ് ചെയ്യാതിരിക്കുക. ഈവൻ വിൽ നോട്ട് ട്രൈ ടു, അറ്റംപ്റ്റ് പോലും നടത്തുന്നില്ല എന്നാണ് ഗവേഷണം പറയുന്നത്. എന്തുകൊണ്ടാണ്? ഫിയർ ഓഫ് റിജക്ഷൻ. എപ്പോഴാണോ നമ്മൾ ഉൽപ്പന്നം എടുക്കുമല്ലേ, എന്നാ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയല്ലേ എന്ന് ചോദിച്ചാൽ അന്നേരം വരും ഒബ്ജെക്ഷൻ. അല്ല, ആലോചിക്കട്ടെ, നോക്കട്ടെ, പൈസ ഇല്ല, സമയം കുറവാണ്, ഇത്രയും കോണ്ടാക്ട് ഇല്ല, നിങ്ങളെപ്പോലെ സംസാരിക്കാൻ അറിയില്ല. ഇതൊക്കെ വരുന്നത് when you try to close the sale. അപ്പം സെയിൽസ് ക്ലോസ് ആവണോ, നമ്മൾ തീർച്ചയായിട്ടും ക്ലോസ് ചെയ്യാനുള്ള അറ്റംപ്റ്റ് നടത്തും. അതും ഫൈനൽ സ്റ്റേജിലല്ല, ഇൻ ബിറ്റ്വീൻ ചെറുതായിട്ട് നമുക്ക് ക്ലോസ് ചെയ്തുകൊണ്ട് പോകാം. അല്ലാതെ ലാസ്റ്റിൽ റിപ്പോർട്ട് യെസ് നോ എന്ന് ചോദിക്കുന്ന അല്ല ക്ലോസിങ്. ഇത് സിഗ് സിഗ്ലർ, ലോകത്തിൽ ഒരുപക്ഷെ ഏറ്റവും ബെസ്റ്റ് സെയിൽസ് പേഴ്സൺ എന്നോ അല്ലെങ്കിൽ ഓതറൈസ്ഡ് സെയിൽസ് സെയിലർ എന്നോ ഏറ്റവും കൂടുതൽ സെയിൽസ് ട്രെയിനിങ് ചെയ്യുന്ന വ്യക്തിയാണ് സിഗ് സിഗ്ലർ. അദ്ദേഹത്തിന്റെ കോട്ടാണ് ഞാൻ ഈ പറയുന്നത്. അപ്പം സെല്ലിംഗ് എന്താണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. സെല്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ബട്ട് ട്രാൻസ്ഫർ ഓഫ് ഫീലിംഗ്. എന്തോന്ന് ഇതുവരെ കേട്ടിട്ടില്ലാത്തവർക്ക് നല്ലൊരു ഇൻഫർമേഷൻ. സെല്ലിംഗ് ഈസ് ബട്ട് ട്രാൻസ്ഫർ ഓഫ് ഫീലിംഗ്. നമ്മുടെ ഉള്ളിലുള്ള വികാരം എന്താണോ അതിനെ പ്രതിഫലിപ്പിക്കുന്നതിനാണ് സെല്ലിംഗ്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയാറുണ്ട്, യൂസ് ദ പ്രൊഡക്റ്റ് ദെൻ റെക്കമെൻഡ് ഇറ്റ്. സെയിൽസ് പലപ്പോഴും ക്ലോസ് ആവാതിരിക്കാനുള്ള ഒരു പ്രധാന കാരണം ഉൽപ്പന്നം ഉപയോഗിച്ച് നോക്കാതിരിക്കുകയോ ബിസിനസ്സിൽ നിങ്ങൾ സീരിയസ് ആവാതെ ഇരിക്കിയാൽ നിങ്ങൾ പ്രസന്റ് ചെയ്യുന്നതിനകത്ത് റിഫ്ലക്ട് ചെയ്യും. ഇതെങ്ങനെ പ്രോസ്പെക്റ്റ് കണ്ടുപിടിക്കുന്നതാണെങ്കിൽ അത് നിങ്ങളുടെ കണ്ണിൽ പ്രതിഫലിക്കുന്നുണ്ടാവും. നിങ്ങളുടെ കണ്ണിൽ സംശയത്തിന്റെ കണിക ഉണ്ടെന്നുണ്ടെങ്കിൽ ഡൗട്ട് ഈസ് നത്തിങ് ബട്ട് ക്യാൻസർ, ആൻ എലിമെന്റ് ഓഫ് ഡൗട്ട്. ഒരു ഉൽപ്പന്നത്തെ പറ്റി അവർ സംശയം ചോദിക്കുവാണ്, ഉടനെ തന്നെ നിങ്ങൾ അത് എനിക്ക് ആ ഉ ഇ എന്ന് പറയുന്നവരോട് പരിപാടി കൂട്ടി. അതേസമയം പ്രൊഡക്റ്റിനെ പറ്റി ചോദിക്കുമ്പോൾ എങ്ങനെയാണ് സീബക്തോൺ, ഔ ഫാന്റാസ്റ്റിക്, ഐ റിയലി സ്റ്റാർട്ടഡ് ഇറ്റ് ആൻഡ് അന്ന് തൊട്ട് ഞാൻ ഇതുവരെ ബ്രേക്ക് ചെയ്യാതെ കഴിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്, വണ്ടർഫുൾ, എനർജി ലെവൽ എന്ന് പറയാൻ പറ്റണം. അല്ലാതെ കാരണം നമ്മൾ ഉപയോഗിക്കാതെ നമ്മൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ പോകരുതെന്ന് പറയാനുള്ള പ്രധാന കാര്യം ഇതാണ്. സെല്ലിംഗ് ഈസ് നത്തിങ് ബട്ട് ട്രാൻസ്ഫറൻസ് ഓഫ് ഫീലിംഗ്. നിങ്ങളുടെ ഉള്ളിലുള്ള സന്തോഷം, നിങ്ങളുടെ ഉള്ളിൽ കൺവിക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ കൺവിക്ഷൻ പാസ് ചെയ്യും. നിങ്ങളുടെ ഉള്ളിൽ ഡൗട്ട് ആണെങ്കിൽ അത് 200 മടങ്ങ് നിങ്ങൾ പാസ് ചെയ്യും. കൺവിക്ഷൻ ചിലപ്പോൾ 50% പാസ്സാവും. നിങ്ങൾക്കുള്ള വിശ്വാസ്യത പറഞ്ഞു വരുമ്പോൾ 50% കുറഞ്ഞെന്ന് വരാം. പക്ഷെ നിങ്ങളുടെ ഉള്ളിലുള്ള ഡൗട്ട് പറഞ്ഞു വരുമ്പോൾ 200 ഇരട്ടിക്കുന്നത് കാണാം. അപ്പൊ അതുകൊണ്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ബിസിനസ്സിലായാലും പ്രൊഡക്റ്റിലായാലും ദയവ് ചെയ്ത് അതാദ്യം ഇല്ലാതാക്കിയിട്ട് പ്ലാൻ കാണിക്കാനും പ്രൊഡക്റ്റ് സെല് ചെയ്യാനും ഇറങ്ങാവൂ. ചെവിന്നുള്ളിക്കോ യെസ് എന്നുള്ളവർ മാത്രം ഒന്ന് ടൈപ്പ് ചെയ്തത്, യെസ് ഐ ഡിസൈഡ്. ഇനി എന്തെങ്കിലും പ്രൊഡക്റ്റിനെ പറ്റി പറയണമെന്നുണ്ടെങ്കിലോ ഓപ്പർച്യൂണിറ്റിയെ പറ്റി പൂർണ്ണമായിട്ടും പറയണമെങ്കിൽ ഈ ഓപ്പർച്യൂണിറ്റിയിലൂടെ തന്നെയാണ് എൻ്റെ ഭാവി, ഇതിലാണ് എൻ്റെ കുടുംബത്തിന്റെയും ഭാവി എന്ന് പൂർണ്ണ തീരുമാനം എടുത്തവർ മാത്രമേ പ്ലാൻ കാണിക്കാൻ ഇറങ്ങാവൂ. ഡൗട്ടുമായിട്ട് ഇറങ്ങിയാൽ ആ ഡൗട്ട് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യും. ഒരാൾക്ക് കിട്ടാനുള്ള അവസരം നിങ്ങൾ കാരണം നശിപ്പിച്ചു കളയും. ഇറ്റ്സ് എ ക്രിമിനൽ ഓഫൻസ്. സോ സെയിൽസ് പ്രോസസ്സിനെ ഒന്നുകൂടെ ഒന്ന് മനസ്സിലാക്കാം. നോക്കിക്കോണം എന്തുകൊണ്ടാണ് ഒബ്ജക്ഷൻ വരുന്നതെന്നുള്ളതിലേക്ക് പോകാൻ വേണ്ടിയാണ് ഞാൻ ഈ സ്ലൈഡ്സ് ഒന്ന് കാണിക്കുന്നത്. പീപ്പിൾ ലവ് ടു ബൈ ബട്ട് ഹേറ്റ് ടു ബി ഫീൽ സോൾഡ്. ആളുകൾക്ക് ആർക്കും ഇഷ്ടമില്ലാത്ത പർച്ചേസ്, പ്രത്യേകിച്ച് ലേഡീസ്. ഷോപ്പിംഗ് എന്ന് പറഞ്ഞതുപോലത്തെ ഒരു പരിപാടി വേറെ ഒന്നുമില്ല. ശരിയാണോ അല്ലേ? ക്രെഡിറ്റ് കാർഡും കൂടെ കൈ കിട്ടിയ പിന്നെ ഒന്നും നോക്കണ്ടില്ല. സോ എല്ലാവർക്കും ഷോപ്പിംഗ് ഇഷ്ടമാണ്, എല്ലാവർക്കും സാധനം മേടിക്കുന്ന ഇഷ്ടം. ആണുങ്ങൾക്കും ഇഷ്ടക്കുറവൊന്നുമില്ല. പക്ഷെ ആരെങ്കിലും എന്നെ വിൽക്കാൻ ശ്രമിക്കുന്നു എന്ന് കണ്ടാൽ ഞാൻ ഒബ്ജക്ഷൻ കൊണ്ടുവരും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഒരു ചൂലിന്റെ ആവശ്യമുണ്ട്. ആന്ധ്രയിൽ നിന്ന് വന്ന കുറെ ടീമുകൾ, നാടോടികൾ ചൂലുമായിട്ട് കാലത്ത് വീടിന്റെ അവിടെ വന്നു. നിങ്ങൾ മിക്കവാറും എന്ത് പറയും? ഇവിടെ ചൂല് വേണ്ട, പോയിക്കോ, ആട്ടി ഓടിച്ചു, പട്ടിയുണ്ട്, പോയിക്കോ എന്നൊക്കെ പറഞ്ഞു വിടും. അന്നേരം വൈകുന്നേരം ആകുമ്പം ഭർത്താവ് വന്നു കഴിയുമ്പം സ്കൂട്ടറിന്റെ പുറകെ കയറി സൂപ്പർ മാർക്കറ്റിൽ പോയി ചൂലും പൊക്കി പിടിച്ചുകൊണ്ട് വൈകുന്നേരം തിരിച്ചു വരുന്നൊരു സീനുണ്ട്.
ഈ ചൂല് 75 രൂപയ്ക്ക് ഇവിടെ തരാമെന്ന് പറഞ്ഞു, അവിടെ പോയി 150 രൂപയ്ക്ക് മേടിച്ച് സ്കൂട്ടറിന്റെ പുറകിൽ ഇങ്ങനെ കാവിടി തള്ളിച്ചുകൊണ്ട് വരുന്നതാണ്. ഇവിടെ എന്താ സംഭവിച്ചത്? ചൂല് ആവശ്യമുണ്ട്, പക്ഷെ അവരെൻ്റെ അടുത്ത് വിൽക്കാൻ നോക്കി. മറ്റേതോ ഞാൻ മേടിക്കാൻ പോയി, സൂപ്പർ മാർക്കറ്റിൽ ഞാൻ മേടിക്കാൻ പോയി, മറ്റേത് എൻ്റെ വീട്ടിൽ വിൽക്കാൻ നോക്കി. ഇത് തന്നെയല്ലേ സംഭവിക്കുന്നത്? എപ്പോഴൊക്കെ ആരെങ്കിലും എന്തെങ്കിലും വിൽക്കാൻ നോക്കുന്നുണ്ടോ അന്നേരമൊക്കെ നമ്മൾ എന്ത് പറയും? വേണ്ട. നമ്മൾ പഠിച്ചു വെച്ചേക്കുന്ന ഒരു പല്ലവിയാണ് വേണ്ട. ഇത് തന്നെയാണ് പ്രോസ്പെക്ട് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, വേണ്ട. കാരണം പലപ്പോഴും പറയാറുണ്ട് വൈ പീപ്പിൾ സേ നോ മോർ എന്ന് പറയാൻ കാര്യം, നോയ്ക്ക് 2 അക്ഷരമുള്ളെന്ന് പറയും. അതേസമയം യെസ്സിനോ 3 അക്ഷരമുണ്ട്. പറയാൻ എളുപ്പം ഏതാ? നോ. അപ്പൊ ആളുകൾ നോ പറയാനുള്ള കാര്യം അവർക്ക് നോ എളുപ്പമായി പറയാൻ പറ്റുന്നു എന്നുള്ളത്. നിങ്ങൾ ഇത് തന്നെയാണ് ചെയ്യുന്നത്. അപ്പം ഇത് മനസ്സിൽ ഓർത്തോണം. പീപ്പിൾ ഓൾവേസ് ട്രൈ ടു ബൈ. ആളുകൾ മേടിക്കാൻ താല്പര്യമൊക്കെ തന്നെ, പക്ഷെ എൻ്റെ അടുത്ത് വിൽക്കാൻ ശ്രമിക്കുന്നു. അവൻ എന്നെ എൻ്റെ അടുത്ത് വിൽക്കാൻ, നമ്മളിവിടെ തന്നെ മലയാളികൾ തെറി പോലെ പറയുന്ന ഒരു പദമല്ലേ, അവള് ഭയങ്കര ബിസിനസ്സുകാരിയാണ്, അവൾക്ക് ഭയങ്കര ബിസിനസ് മൈൻഡാണ്. എന്നിട്ട് തെറി പറയുന്ന പോലെ ബിസിനസ് മൈൻഡ് ഉണ്ടെങ്കിൽ എന്തോ പാപമാണെന്നോ ദോഷമാണെന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. ഇവിടെ മാത്രമേ ഉള്ളൂ കേട്ടോ. ഗുജറാത്തിലൊക്കെ പോലെ ബേസിക്കലി ബിസിനസ് മൈൻഡ് സെറ്റ് ഉള്ളവർക്ക് പെണ്ണിനെ കിട്ടുള്ളൂ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ബിസിനസ് മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തോ ചീത്ത സ്വഭാവം. അതാണ് ഞാൻ എഴുതിയേക്കുന്ന സ്ലൈഡിൽ പറയുന്നത്. അതായത് പീപ്പിൾ വാണ്ട് ടു ബൈ, അവർ ഇഷ്ടപ്പെടുന്നുണ്ട്, പക്ഷെ ആരെങ്കിലും അവരുടെ വിൽക്കാൻ ചെന്നാൽ അവരെ എതിർക്കും. അതുകൊണ്ടാണ് നിങ്ങൾ പ്രൊപ്പോസൽസ് മുമ്പോട്ട് വയ്ക്കുമ്പോൾ, ഏത് ബിസിനസ് പ്രസന്റേഷൻസോ പ്രൊഡക്റ്റോ മുമ്പോട്ട് വയ്ക്കുമ്പോൾ നോ എന്ന് പറയാൻ അവർ കാരണങ്ങൾ കണ്ടുപിടിക്കുന്നത് ഇതുകൊണ്ടാണ്. എൻ്റെ അടുത്ത് വിൽക്കാൻ ശ്രമിച്ചോ. നമുക്ക് ഇനിത്തോട്ട് ഇങ്ങനെ ആക്കിയാലോ, സെല്ലിംഗ് ഈസ് നത്തിങ് ബട്ട് ഹെൽപ്പിംഗ് പീപ്പിൾ ടു ബൈ. ആളുകൾക്ക് മേടിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുന്ന ഒരു പരിപാടിയാക്കി മാറ്റിയാൽ നല്ലതല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി തൊട്ട് നമ്മൾ വിൽക്കാൻ നോക്കണ്ട, മറിച്ച് നമ്മൾ അവർക്ക് മേടിക്കാൻ സൗകര്യം ഒരുക്കി കൊടുക്കുക. കാരണം ആളുകൾക്ക് വായിക്കുന്ന ഇഷ്ടമാണല്ലോ, പക്ഷെ വിൽക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളൊരു പേടി മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇനി വിൽക്കാൻ ശ്രമിക്കുകയല്ല ചെയ്യുന്നത്, അവർക്ക് മേടിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുക. സോ വി ആർ കോൾഡ് ഫെസിലിറ്റേറ്റേഴ്സ്. എന്തോന്ന് കടിച്ചാൽ പൊട്ടാത്ത പദം പോലെ തോന്നി അല്ലേ? ഒന്നുമല്ല, വി ആർ ഗോയിങ് ടു ബി ഫെസിലിറ്റേറ്റിംഗ് ദ ബൈങ്. അവർക്ക് മേടിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുന്ന വ്യക്തിയുടെ പേരാണ് നമ്മൾ. അപ്പം വിൽക്കാനല്ല നോക്കുന്നത്, മറിച്ച് മേടിക്കാനുള്ള സൗകര്യം. അതുകൊണ്ടാണ് പലപ്പോഴും നേരത്തെ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം ഇപ്പം കിട്ടും. നിങ്ങളുടെ പ്രൊഡക്റ്റുകൾ എക്സ്പെൻസീവ് അല്ലേ എന്ന് ചോദിക്കുന്നവർക്ക് കൊടുക്കാനുള്ള ഉത്തരവാണ്, നിങ്ങൾക്കറിയാവുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ പ്രൊഡക്റ്റ് എക്സ്പെൻസീവ് ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് 50% ലാഭത്തിൽ മേടിക്കാനുള്ള സൗകര്യം ഒരുക്കി തരട്ടെ. ഇത് വേറെ ആരെങ്കിലും സെയിൽസിൽ പറ്റുമോ? ഇല്ല. അതേസമയം നമ്മുടെ സെയിൽസിനകത്ത് എന്ത് പറയാം? നിങ്ങൾക്ക് ഈ കാണുന്ന വിലയിൽ നിന്നും 50% വിലക്കിഴിവിൽ ഈ പ്രൊഡക്റ്റ് കിട്ടിയാൽ നല്ലതാണോ? ശരിയാണോ? അല്ലേ? വെറും ഒരു കസ്റ്റമറായിട്ട് വരുന്ന ഒരു വ്യക്തിക്ക് പോലും 50% റെഡ്യൂസ്ഡ് പ്രൈസിൽ മേടിക്കാനുള്ള ഒരു സൗകര്യം നമുക്ക് ഒരുക്കി കൊടുക്കാം. ഇത് വേറെ ഏതെങ്കിലും കമ്പനിക്ക് സാധിക്കുമോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് വി ഷുഡ് സപ്പോർട്ട് ഹെൽപ്പിംഗ് പീപ്പിൾ ടു ബൈ. ആളുകൾക്ക് മേടിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുന്നവരായിട്ട് ഇനി തൊട്ട് പ്രവർത്തിക്കുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സെല്ലറായിട്ട് മാറിയാൽ ഒബ്ജക്ഷൻ കൂടുതലായിരിക്കും. പക്ഷെ അവർക്ക് മേടിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആളുകൾ അതിനെ ആക്സെപ്റ്റ് ചെയ്യാം. ക്ലിയർ ആണോ? ഇത് വീണ്ടും ഒന്നുകൂടെ ക്ലിയർ ചെയ്യാം. പൊട്ടൻഷ്യൽ നീഡ് ഷുഡ് ബി ദെയർ ഇൻ ദ ബയേഴ്സ് മൈൻഡ്, നോട്ട് ഓൺ സെല്ലേഴ്സ് മൈൻഡ്. നമ്മളാരാ? സെല്ലർ, വിൽപ്പനക്കാരനാണ്. നാണക്കേടൊന്നും വിചാരിക്കണ്ട. അൾട്ടിമേറ്റ്ലി വി ആർ സെയിൽസ് മാൻ ആൻഡ് സെയിൽസ് വുമൺ. ക്ലിയർ ആണോ? അത് കേൾക്കുമ്പോഴായിരിക്കും അത് വേണ്ട സാറേ, അതിനേക്കാൾ ഇച്ചിരൂടെ ഒരു സെയിൽസ് മാനേജർ എന്നൊക്കെ പറഞ്ഞ ഒരു ഗമയുണ്ട്. അയ്യോ, അൾട്ടിമേറ്റ്ലി ഈ പ്ലാറ്റ്ഫോം എനിക്ക് തോന്നുന്നു ചിലപ്പം ജ്യോതിഷിയൊക്കെ ഉണ്ടാവും, DUCD എന്നൊക്കെ നമുക്ക് പറയാം. ബട്ട് അൾട്ടിമേറ്റ്ലി എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? സെയിൽസ്. യെസ് ഓർ നോ? സോ സെയിൽസ് ഇല്ലെങ്കിൽ ഈ ബിസിനസ്സിൽ നിൽക്കില്ല. സോ ആ സെയിൽസ്മാൻ്റെ എന്താ ചെയ്യേണ്ടത്? ഈ ആവശ്യകത സെയിൽസ്മാനിലല്ല ഉണ്ടാവണ്ടേ, ബയറിലാണ്. മേടിക്കാൻ വന്ന ആൾക്ക് അല്ലെങ്കിൽ ബിസിനസ് ജോയിൻ ചെയ്യാൻ വന്ന വ്യക്തിക്ക് നീഡ് ഉണ്ടാവണം, ഇല്ലെങ്കിൽ ഉണ്ടാക്കി കൊടുക്കണം. അഡീഷണൽ ഇൻകം റൗണ്ട് ദ വേൾഡ്, വൈ കാൻ't യു ഹാവ് യുവർ ഓൺ ഡ്രീം കാർ? ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് ആ നീഡ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയാണ്. ആ നീഡ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് പ്ലാൻ കാണിക്കുകയുള്ളൂ, പ്രൊഡക്റ്റ് കൊടുക്കാവുള്ളൂ, അല്ലെങ്കിൽ ഒബ്ജക്ഷൻ കൂടുതലായിട്ട് വരും. അപ്പം നിങ്ങളുടെ മനസ്സിൽ ഈ വ്യക്തി ഇത് മേടിച്ചാൽ, ഈ വ്യക്തി ബിസിനസ് വന്നാൽ, ഇതൊക്കെ നിങ്ങൾക്കറിയാം, പക്ഷെ ആ വ്യക്തി കൂടെ തോന്നണമല്ലോ. അപ്പൊ ആ വ്യക്തിയിൽ ആ തോന്നലുണ്ടാക്കുന്ന പ്രക്രിയ നമ്മൾ ഉണ്ടാക്കണം. അതുകൊണ്ടാണ് എപ്പോഴും പ്ലാൻ കാണിക്കുന്നതിന് മുമ്പ് റൈറ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കണം എന്ന് പറഞ്ഞത്. ആൻഡ് ഫൈനലി പ്രൊഡക്റ്റ് പ്ലേസ് ദ ലാസ്റ്റ് റോൾ ഇൻ ആൻ എഫക്റ്റീവ് സെല്ലിംഗ്. നിങ്ങളുടെ കയ്യിൽ പ്രോട്ടീൻ പൗഡർ ആണ്, അല്ലെങ്കിൽ സ്പിരുലിനയാണ്, അല്ലെങ്കിൽ സീബക്തോണോ എന്തെങ്കിലും ഓർമ്മ വിചാരിച്ചു, നിങ്ങളത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ആ പ്രൊഡക്റ്റ് എടുത്ത് മുമ്പിൽ വെച്ചിട്ടല്ല സംസാരിക്കുന്നത്. നിങ്ങൾ ആ പ്രൊഡക്റ്റ് അവർ ഉപയോഗിച്ചാൽ അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്താണെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തതിനു ശേഷം
ഫൈനലി ആ മുമ്പിലിരിക്കുന്ന വ്യക്തി ചോദിക്കുന്ന അവസ്ഥയിൽ എത്തിക്കണം. ഇത്രയും പറഞ്ഞ സാധനം എവിടെ? കാരണം ഈ ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ അതൊന്ന് കണ്ടാൽ കൊള്ളാം, അതിന്റെ കയ്യിലൊന്ന് കിട്ടിയാലോ എന്ന് ആഗ്രഹിക്കുന്ന ലെവലിൽ എത്തിച്ചിട്ട് പ്രോഡക്റ്റ് എടുത്ത് മുമ്പോട്ട് വെക്കുക. ചിലരങ്ങനല്ല, ചെല്ലുന്ന വഴി തന്നെ ബാഗ് തുറന്ന് പ്രോട്ടീൻ പൗഡർ എടുത്ത് മേശപ്പുറത്തോട്ട് വയ്ക്കും. അതിനുശേഷം എന്തൊക്കെയാ വിവരണങ്ങൾ അങ്ങോട്ട് കൊടുക്കുക എന്നറിയാം. ഇതിനകത്ത് പ്രോട്ടീൻ ഡൈജസ്റ്റബിലിറ്റി കറക്റ്റഡ് അമിനോ ആസിഡ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഈ പാർട്ടി ആ പാട്ട് എടുത്ത് വെച്ച് ഇങ്ങനെ കറക്കുന്നതാണ്. എന്ത് നോക്കുക? മറ്റേത് ഏത് മാർപ്പി ഔ ഇതിനകത്ത് എന്താ സ്വർണം ചേർത്തിട്ടുണ്ടോ? ഈ വില ശരിയാണോ അല്ലേ? അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം അതിന്റെ നീഡ് എസ്റ്റാബ്ലിഷ് ചെയ്യാതെ പ്രൊഡക്റ്റ് എടുത്ത് മുമ്പിൽ വെച്ച് കൊടുത്തു. പ്രൊഡക്റ്റ് ഷുഡ് ബി എ പ്രൂഫ് എന്നാണ് പറഞ്ഞത്. പ്രൊഡക്റ്റ് ഷുഡ് ബി എ പ്രൂഫ്. ഞാൻ ഈ പറഞ്ഞത് വെറുതെ അല്ല, ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി അവസാനം എടുത്ത് വെക്കുന്ന സാധനമായിരിക്കണം പ്രൊഡക്റ്റ്. ദയവ് ചെയ്ത് പ്രൊഡക്റ്റ് എടുത്ത് ബാഗിൽ നിന്നോ നിങ്ങളുടെ ഇതിൽ നിന്നോ കിറ്റിൽ നിന്നോ എടുത്ത് പുറത്ത് വെക്കുക. ആദ്യം ആ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ അതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റി ഏതാണ് ഈ കമ്പനി എന്ന് ചോദിക്കുന്ന ലെവലിൽ എത്തിയിട്ട് വെസ്റ്റീജ് എന്ന് പറയണ്ടു. ചിലരങ്ങനല്ല, ചെല്ലുമ്പോൾ തന്നെ ഞാൻ വെസ്റ്റീജിൽ നിന്നും വന്നിരിക്കുകയാണ്. ആരാ നിങ്ങൾ? നിങ്ങൾ ആരാ വെസ്റ്റീജ് ചെയ്യാൻ? വെസ്റ്റീജ് ചെയ്യുന്ന 3 പേരേ ഉള്ളൂ ലോകത്തിൽ. അപ്പൊ നമ്മളാരാ? വെസ്റ്റീജിന്റെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് സ്വന്തം ബിസിനസ് ചെയ്യുന്നവരാണ് നിങ്ങൾ. ഹലോ, യു ആർ എ റെസ്പോൺസിബിൾ ബിസിനസ് ഓണർ യൂസിങ് വെസ്റ്റീജ് പ്രൊഡക്ട്സ്. അല്ലാതെ വെസ്റ്റീജിന്റെ ഓണർ നമ്മളല്ല കേട്ടോ, പ്ലീസ്. അങ്ങനത്തെ കാണാൻ അബദ്ധധാര ഉണ്ടെങ്കിൽ ഇന്നങ്ങ് നിർത്തിയാറേ. അപ്പം പ്രൊഡക്റ്റ് ഷുഡ് ബി ദ ലാസ്റ്റ് തിങ് ടു ബി പുട്ട്. അപ്പൊ എഫക്റ്റീവ് സെല്ലിംഗിൽ പ്രൊഡക്റ്റ് പ്ലേസ് ദ ലാസ്റ്റ് റോൾ. ക്ലിയർ ആണ്? ഇതിന് എന്തെങ്കിലും ഒരു അനുഭവം കിട്ടിയവർ മാത്രം എസ് എന്നൊന്ന് ടൈപ്പ് ചെയ്തേ. അതായത് ഇതിന് മുമ്പ് എനിക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്. പ്രൊഡക്റ്റ് എടുത്ത് മുമ്പിൽ വെച്ച് പോയി പാർട്ടി എടുത്ത് അതിന്റെ MRP നോക്കിക്കൊണ്ടിരിക്കും. പിന്നെ നമ്മൾ പറയുന്ന ഒന്നും കേൾക്കില്ല. അവരുടെ വില ഇതെങ്ങനെ ഈ വിലയുള്ള സാധനം മേടിക്കും എന്നുള്ള ചിന്തയിൽ കിടന്ന് വഴലുക. പക്ഷെ ആ വ്യക്തി ചോദിക്കുമ്പോൾ മാത്രമേ പ്രൊഡക്റ്റ് എടുത്ത് വെക്കേണ്ട ആവശ്യമുള്ളൂ. ചോദിക്കുന്ന ലെവലിൽ എത്തിക്കുന്നതിലാണ് നിങ്ങളുടെ കഴിവ്. ക്ലിയർ ആണോ? ഓക്കെ, ഇപ്പൊ ഇത്രയും ക്ലിയർ ആണ്. അങ്ങനെയാണ് നമ്മൾ ഇനി അടുത്ത സെക്കൻഡ് പാർട്ടിലേക്ക്. അപ്പൊ ഇത്രയും ഭാഗം ക്ലിയർ ആണെങ്കിൽ ഇതിന്റെ ശാസ്ത്രീയ വശം നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ സെല്ലർ അല്ല, അവരെ ഹെൽപ്പിംഗ് ബയർ ആക്കി മാറ്റും, അല്ലെങ്കിൽ ഹെൽപ്പിംഗ് ഫെസിലിറ്റേറ്റർ ആയിട്ട് പെരുമാറുക. അവർക്ക് ഓപ്പർച്യൂണിറ്റി ജോയിൻ ചെയ്യാനോ പ്രൊഡക്റ്റ് മേടിക്കാനുള്ള സൗകര്യം ഒരുക്കിയെടുക്കുന്ന വ്യക്തിയാണ് നിങ്ങൾ. അല്ലാതെ അവർക്ക് വേണ്ടിയിട്ട് പ്രൊഡക്റ്റ് വിൽക്കാൻ വേണ്ടി അവരെ പെടുത്താൻ വേണ്ടി ചിലരുടെ ലാംഗ്വേജ് തന്നെ കേൾക്കണം. വഷളൻ ലാംഗ്വേജുകൾ നമ്മൾ ഉപയോഗിക്കണം. അവൻ വീണോടാ, മറ്റവൻ പെട്ടോടാ, ഇത് എന്ത് പരിപാടിയെ പറ്റി നിങ്ങൾ പറയുന്നത്? എനിക്ക് മനസ്സിലായി. നിങ്ങൾ പെട്ടോ അതോ നിങ്ങൾ രക്ഷപ്പെട്ടോ? ഞാൻ രക്ഷപ്പെട്ടു. അപ്പൊ പിന്നെ മറ്റുള്ളവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് ഇറങ്ങിയേക്കുന്നത്, അത് പെടുത്താൻ വേണ്ടിയാണ് ഇറങ്ങിയത്. അപ്പൊ ദയവ് ചെയ്ത് യൂസ് യുവർ ടങ് ഇൻ ദ പ്രോപ്പർ വേ. അതായത് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലത്തെ ലൂസ് ടങ് ദാറ്റ് ക്യാൻ കിൽ. അപ്പൊ ആസ്കിങ് ദ റൈറ്റ് ക്വസ്റ്റ്യൻ അതെങ്ങനെയാണെന്ന് പറയാം. കുറച്ച് ക്വസ്റ്റ്യനുകൾ ഞാൻ എക്സാമ്പിളായിട്ട് കാണിച്ചിട്ടുണ്ട്. ഒന്ന്, ഇതിനെ 3 ക്വസ്റ്റ്യൻ ക്ലോസിംഗ് എന്നാണ് പറയുന്നത്. ക്ലോസിംഗിന്റെ സമയത്ത് നിങ്ങൾ ഇങ്ങനത്തെ 3 ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഒബ്ജെക്ഷൻസ് കുറയ്ക്കാൻ സാധിക്കും. ഒബ്ജെക്ഷൻ ഉണ്ടാകുന്നില്ല എന്നല്ല, അല്ലെങ്കിൽ ഒബ്ജെക്ഷനിൽ നിന്ന് ഒളിച്ചോടാൻ നോക്കരുത്. ഒബ്ജെക്ഷൻ ഉള്ളത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താല്പര്യമുള്ളിടത്താണ്. താല്പര്യമില്ലെങ്കിൽ ഒബ്ജെക്ഷൻ പറയില്ല. എന്തെങ്കിലും പറഞ്ഞിട്ട് പോയിക്കോട്ടെ, എനിക്കൊന്നും കേൾക്കുകയും വേണ്ട, അറിയാൻ വേണ്ട, ഒന്നും അവർ നിങ്ങളോട് ഒബ്ജെക്ഷൻ പറയില്ല. അപ്പൊ ഒബ്ജെക്ഷൻസ് താല്പര്യം ഉണ്ടെങ്കിലേ വരൂ. ആ 3 ക്വസ്റ്റ്യൻസ് ഇങ്ങനെയാണ്. ക്യാൻ യു സീ ഓൾ ദ ബെനിഫിറ്റ്സ് യു ഗെറ്റ്? ഇത് ഓപ്പർച്യൂണിറ്റി ആണെങ്കിലും പ്രൊഡക്റ്റ് ആണെങ്കിലും എല്ലാം അവതരിപ്പിച്ചതിന് ശേഷം ഈ 3 ചോദ്യങ്ങൾ ചോദിക്കാം. അത് പൊളൈറ്റ് ആയിട്ട് ചോദിക്കാം. നിങ്ങൾക്ക് ഇതിനകത്ത് ഈ ഉൽപ്പന്നം ഉപയോഗിച്ചാൽ അല്ലെങ്കിൽ ഈ ഓപ്പർച്യൂണിറ്റിയിൽ വന്നാൽ കിട്ടുന്ന ഗുണങ്ങൾ മനസ്സിലായില്ലേ? നിങ്ങൾക്കെല്ലാം മനസ്സിലായല്ലോ അല്ലേ? ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന മെച്ചം, ഗ്ലൂക്കോസമൈൻ ഉപയോഗിക്കുന്നതിലൂടെ മെച്ചത്തെ പറ്റി പൂർണ്ണമായിട്ട് മനസ്സിലായില്ലേ? വെസ്റ്റീജ് ഓപ്പർച്യൂണിറ്റിയിൽ കണക്ട് ചെയ്യുന്നതുകൊണ്ടുള്ള നിങ്ങൾക്ക് കിട്ടുന്ന സാമ്പത്തിക മെച്ചം, അല്ലെങ്കിൽ സോഷ്യൽ റെക്കഗ്നിഷൻ, അതും അല്ലെങ്കിൽ സെക്യൂരിറ്റി, അല്ലേ? നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ആൻഡ് ഐ എം ഷുവർ യു വുഡ് ബി ഇൻട്രസ്റ്റഡ് ടു ഹാവ് ദിസ് ബെനിഫിറ്റ്. എനിക്ക് തീർച്ചയായിട്ടും ഇത് അറിയാമായിരുന്നു. ഈ ഒരു ആവശ്യം നിങ്ങൾക്കുണ്ട്. ഇതിന്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടണം, ഇതിനകത്തുനിന്നുള്ള ഗുണം നിങ്ങൾക്ക് കിട്ടണം. എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ഇതിന്റെ ബെനിഫിറ്റ്, ഈ ഉൽപ്പന്നം ഉപയോഗിക്കുന്നതിനോടുള്ള ബെനിഫിറ്റ് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും കിട്ടും. അല്ലെങ്കിൽ വെസ്റ്റീജിൽ അസോസിയേറ്റ് ചെയ്യുന്ന വഴിയുള്ള സാമ്പത്തികാഭിവൃദ്ധി നിങ്ങൾക്ക് ഉണ്ടാവണം. ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ അവർക്കത് ക്വസ്റ്റ്യനായി തോന്നുന്നില്ല. ക്ലിയർ ആണോ? ആൻഡ് തേർഡ് വൺ, വൈ ഡു യു വാണ്ട് ടു ഡിലേ? ഇനി ഈ സമയത്താണ് നേരത്തെ ചോദിച്ച ചോദ്യം, പണം ഇല്ല എന്ന് പറയുകയോ അല്ലെങ്കിൽ ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാം എന്ന് പറയുകയോ ചെയ്യുന്നവരോട് നമുക്ക് പറയാവുന്ന ഒരു ചോദ്യമാണ്. പറയണ്ട, അതിനു മുമ്പ് നമ്മൾ ഇങ്ങനെ പറഞ്ഞാൽ മതി. അങ്ങനെയാണെങ്കിൽ പിന്നെ വെച്ച് താമസിപ്പിച്ചിട്ട് എന്ത് മെച്ചം? എത്രയും നേരത്തെ തന്നെ തുടങ്ങുന്നതല്ലേ നല്ലത്. ആലോചിക്കട്ടെ, ഞാനൊന്ന് ചിന്തിച്ചിട്ട് പറയാം.
ഇനി പ്രശ്നം വെച്ചൊന്ന് ചോദിക്കട്ടെ, ഗണിയന്റെ അടുത്ത് പോട്ടെ എന്നൊക്കെ പറയുന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ നമുക്ക് പറയാവുന്നതാണ്. എനിക്ക് തീർച്ചയായിട്ടും പറയുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞേക്ക്, എനിക്ക് തീർച്ചയായിട്ടും അറിയാം ഈ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് കിട്ടണം, ഈ ഓപ്പർച്യൂണിറ്റി ബെനിഫിറ്റ്സ് മുഴുവൻ നിങ്ങൾക്ക് കിട്ടണം എന്നുള്ളത് എനിക്കറിയാം. പിന്നെ നമ്മൾ എന്തിനാ വെച്ച് താമസിപ്പിക്കുന്നത്? ഇപ്പൊ തന്നെ നമുക്ക് തുടങ്ങിയേക്കാം, അപ്പൊ തന്നെ ഞാൻ ആ ഫോർമാലിറ്റി ഞാൻ കംപ്ലീറ്റ് ചെയ്തേക്കാം. ക്ലിയർ ആണോ? ഇത് സ്മാർട്ട് വേ ഓഫ് ക്ലോസിംഗ് വിത്ത് 3 ക്വസ്റ്റ്യൻസ്. ഈ ക്വസ്റ്റ്യനകത്ത് മിക്കവാറും നമ്മൾ പറയുന്ന ഒബ്ജെക്ഷൻസ് എല്ലാം അന്തർലീനമാണ്. അവർ ഒബ്ജെക്ഷൻ റേസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആ കണ്ടിന്യൂസ് പറയും. ഈ സമയത്താണ് അവർ മനസ്സിലിരുന്ന് ആലോചിക്കുന്നത്, എന്താ ഇനിയിപ്പോൾ ഇവനോട് എതിർത്ത് പറയുക. ശരിയാ, ബെനിഫിറ്റ് ഇല്ല എന്ന് പറയുന്നത് ശരിയല്ല, ബെനിഫിറ്റ് താമസിച്ച് കിട്ടണമെന്ന് പറയുന്നത് ഒട്ടും ശരിയല്ല. പിന്നെ എന്നെ അവൻ മനസ്സിൽ കണ്ടുകൊണ്ടാണ്, അല്ലെ എൻ്റെ മെച്ചം കണ്ടുകൊണ്ടാണ് അവൻ ഇതെല്ലാം എന്നോട് അവതരിപ്പിച്ചത്. ഇനി അവനോട് എങ്ങനെ അത് വേണ്ടാന്ന് പറയും? ശരിയാണോ അല്ലേ? അവരെ ഒരു ധർമ്മസങ്കടത്തിലായി. അതേസമയം നിങ്ങൾ ഇതെല്ലാം കാണിച്ചിട്ട് എങ്ങനെ ഉണ്ട്, ആ ചോദ്യങ്ങളൊക്കെയാണ് ഓപ്പൺ എൻഡഡ് ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കും. പ്രൊഡക്റ്റ് കൊടുത്തിട്ട് പ്രൊഡക്റ്റിനെ പറ്റി അപ്പം എടുക്കുമല്ലേ? എടുക്കില്ല. അതേസമയം അതിന്റെ ബെനിഫിറ്റ്സ് എൻജോയ് ചെയ്യല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക? അപ്പം ഈ 3 ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ്. ക്യാൻ യു സീ ആൾ ദി ബെനിഫിറ്റ്? നിങ്ങൾക്ക് എല്ലാ ഇതിന്റെ മൊത്തം മെച്ചം മനസ്സിലായല്ലോ അല്ലേ? ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നത് വഴി അല്ലെങ്കിൽ ഈ ഓപ്പർച്യൂണിറ്റിയിൽ അസോസിയേറ്റ് ചെയ്ത് വഴി കിട്ടുന്ന 9 ഗുണം ഞാൻ പറഞ്ഞില്ലേ? ഹെൽപ്പിംഗ് അതേഴ്സ്, ലീവ് എ ലെഗസി, അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ? അതിന്റെ ബെനിഫിറ്റുകൾ മുഴുവൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇനി അത് എന്തിനാ നമ്മൾ വെറുതെ വെച്ച് താമസിപ്പിച്ച് 1-2 മാസം കഴിയുമ്പോഴത്തേക്ക് കിട്ടാവുന്ന നഷ്ടത്തേക്കാൾ നല്ലത് നമുക്ക് ഇപ്പൊ തന്നെ തുടങ്ങിയേക്കാം. ക്ലിയർ ആണെന്ന് തോന്നുന്നു അല്ലേ? ക്ലിയർ ആണെങ്കിൽ എസ് എന്നോ വൈ എന്നോ ഒന്ന് തംസപ്പ് എന്തെങ്കിലും ടൈപ്പ് ചെയ്തേരാം. ഓക്കെ, ഇനി ഞാൻ സ്പീഡ് കൂട്ടില്ല, ഇനി ഞാൻ മിതമായ സ്പീഡിൽ ഓടിക്കാം. കാരണം നമ്മൾ ആ സെക്കൻഡ് പാർട്ടിലേക്ക് കയറി. ആദ്യം എൻ്റെ ശാസ്ത്രീയ വശം, ഇനി നമ്മൾ എങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻസ് ചോദിക്കുക, എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുക. വീണ്ടും ഇത് തന്നെയാണ് പറഞ്ഞത്, പ്രൊഡക്റ്റ് ആണ് നിങ്ങൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് മാത്രമേ പ്രൊഡക്റ്റ് എടുത്ത് കയ്യിൽ കൊടുക്കാവൂ. ഇത്രയും പറഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ആ പ്രൊഡക്റ്റ് അവർക്ക് കാണിക്കേണ്ട ആവശ്യമുള്ളൂ. ഇതിന് സപ്പോർട്ടീവായിട്ട് ചിലപ്പോൾ ടെസ്റ്റിമോണികളും നമുക്ക് പറയാൻ പറ്റും. ആരെങ്കിലുമൊക്കെ ഉപയോഗിച്ച് പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ടെസ്റ്റിമോണികൾ നിങ്ങൾക്ക് പറയാൻ പറ്റും, അത് ഉപയോഗിച്ചതിലൂടെ ആർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ബെനിഫിറ്റ് കിട്ടിയെങ്കിൽ. ഇനി ഒബ്ജെക്ഷൻ ഹാൻഡ്ലിങ്ങിന്റെ മറ്റൊരു വശം കൂടെ ഞാൻ പറഞ്ഞുതരാം. സ്പീഡ് ഈസ് ഓക്കെ ആൻഡ് യു ആർ വിത്ത് മീ നോ? എല്ലാവരും എന്നോടൊപ്പം തന്നെ ഉണ്ടല്ലോ? ആരും ഡ്രോപ്പ് ആവരുത്. യാ, താങ്ക് യു. If there is no objection, there cannot be no interest. ഇതാണ് ഞാൻ പല പ്രാവശ്യവും നിങ്ങളോട് പറയാൻ ശ്രമിച്ചതും ഇപ്പൊ എഴുതി കാണിക്കുന്നതും. ഒബ്ജെക്ഷൻ ഇല്ലെങ്കിൽ താല്പര്യമില്ല. അപ്പൊ ഇനി മേലെ ആരെങ്കിലും ഒബ്ജെക്ഷൻ പറയുന്നെങ്കിൽ അവർക്ക് താല്പര്യം ഉള്ളതുകൊണ്ടാണെന്ന് മനസ്സിലായത്. നമുക്ക് ആദ്യത്തെ പേടിയതാണ്, ഈ ഒബ്ജെക്ഷൻ പറഞ്ഞാൽ അവർ നെഗറ്റീവ് ആണോ? നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഒബ്ജെക്ഷൻ പോലും പറയത്തില്ല, എന്തെങ്കിലും പറഞ്ഞിട്ട് പോടേ എന്നുള്ള രീതിയിലായിരിക്കും ഇരിക്കുക. ഇപ്പൊ പറയുമ്പോൾ എന്തെങ്കിലും എതിർക്കുന്നു എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവർക്ക് എന്തോ താല്പര്യമുണ്ട്. ആദ്യം തന്നെ നന്നായിട്ട് മനസ്സങ്ങ് ക്ലിയർ ആയിക്കോ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്. ആദ്യം തന്നെ ഒബ്ജെക്ഷൻ പറയുവാണെങ്കിൽ അത് പൂർണ്ണമാവാൻ അനുവദിക്കുക. ഇടയ്ക്ക് കയറി നമ്മുടെ അഭിപ്രായം പ്രകടിപ്പിക്കാതിരിക്കുക. സെയിൽസിലെ തമ്പ് റൂളാണ്. ആദ്യകാലത്ത് ഞാൻ ഇതിന് ഘടകവിരുദ്ധമായിരുന്നു, എനിക്ക് റിസൾട്ടും കിട്ടില്ലായിരുന്നു. കാരണം ആരെങ്കിലും ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരുമ്പോൾ സമയമില്ലെന്നല്ലേ പറയാൻ പോകുന്നത്. എനിക്കറിയാം. പിന്നെ ആളെ അറിയില്ല, എനിക്കറിയാം. പിന്നെ പ്രൊഡക്റ്റ് വില കൊടുക്കും, പിന്നെ എനിക്കറിയാം. അവർ പറഞ്ഞോട്ടെ, അവർക്ക് പറയാനുള്ള അവസരം കൊടുക്കൂ. ഈ സമയത്ത് ഏറ്റവും നല്ലൊരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് റെക്കമെൻഡ് ചെയ്യുന്നു, ഇത് ഡയറിയിൽ കുറിച്ചിട്ടു. നിങ്ങൾ പറ്റുമെന്നുണ്ടെങ്കിൽ ഡയറിയും പേനയും എടുക്കുക. അവരുടെ മുമ്പിൽ വെച്ച് തന്നെ ഡയറിയും പേനയും എടുക്കുക. അവർ പറയുന്ന ഒബ്ജെക്ഷൻ, വെയിറ്റ് സാർ എന്താ ഇപ്പൊ പറഞ്ഞത്? മറ്റേ സാറിന് ഇതുപോലെ എന്നെ പോലെ സംസാരിക്കാൻ കഴിവില്ല എന്നല്ലേ? ഓക്കെ, ഞാൻ ഒന്ന് എഴുതിക്കോട്ടെ. അതായത് സാറിന് എന്നെ പോലെ സംസാരിക്കാൻ കഴിയും. ആ നോട്ട് ചെയ്യുക. എന്താ ഇതിന്റെ അർത്ഥം? ഐ ആം വെരി സീരിയസ് അബൌട്ട് യുവർ ഒബ്ജെക്ഷൻ. ഞാൻ നിങ്ങളെ ലൈറ്റർ സെൻസിൽ കാണുന്നില്ല, ഞാൻ ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആയിട്ടാണ് കാണുന്നത്. അപ്പൊ ഞാൻ അതിനുള്ള പരിഹാരം സാറിന് പറഞ്ഞു തന്നേ പറ്റൂ. അത് നോട്ട് ചെയ്യുക. ക്ലിയർ ആണോ? അതുപോലെ മുഴുവനായിട്ട് കേൾക്കുക, ഇടയ്ക്ക് കയറി ഒന്നും പറയാതിരിക്കുക. എല്ലാ ഒബ്ജെക്ഷനും കേട്ടതിന് ശേഷം മാത്രമേ ഒന്നിന് പുറകെ ഒന്നായിട്ട് ആൻസർ പറയുക, എല്ലാം കൂടെ ചേർത്തൊരു ആൻസർ പറയാവൂ. ക്ലിയർ ആണോ? ഇനി ഒബ്ജെക്ഷൻ അവര് റേസ് ചെയ്തതാണല്ലോ, നമുക്കത് വേറെ രീതിയിൽ കൈകാര്യം ചെയ്യുക. എങ്ങനെയാ? സേ ഐ ആം ഗ്ലാഡ് ദാറ്റ് യു ഹാവ് റേസ് ദി ഇഷ്യൂ. നിങ്ങൾ ഇങ്ങനെ ഒരു പോയിന്റ് പറഞ്ഞതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഏത്? പ്രൊഡക്റ്റ് എക്സ്പെൻസീവ് ആണെന്ന് പറഞ്ഞു. എനിക്ക് വളരെ സന്തോഷം തോന്നി സാർ അത് പറഞ്ഞതുകൊണ്ട്. സാർ ഓപ്പണായിട്ട് പറഞ്ഞല്ലോ. പിന്നെ സാർ പറഞ്ഞു എനിക്ക് വലിയ ആളുകളോട് വലിയ കോണ്ടാക്ട് കുറവാണ്, നാട്ടിലില്ലായിരുന്നു, NRI ആയിരുന്നു, അതുകൊണ്ട് ഇവിടെ നാട്ടുകാരുമായിട്ടൊന്നും എനിക്ക് വലിയ ബന്ധമില്ല. സാർ ആ ഒബ്ജെക്ഷൻ സാർ പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. സാർ ഒരു പോയിന്റ് പറഞ്ഞതിൽ എനിക്ക് ഒബ്ജെക്ഷൻ എന്ന് പറയണ്ട കേട്ടോ, നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ ഒബ്ജെക്ഷൻ എന്ന് പറഞ്ഞാൽ മതി. അവർ പറയുമ്പോൾ സാർ ആ റേസ് ചെയ്ത പോയിന്റ്, സാർ ഇപ്പൊ പറഞ്ഞ പോയിന്റ് എനിക്ക് ശരിയാ മനസ്സിലായി. സാർ 16 കൊല്ലമായിട്ട് ഗൾഫിലായിരുന്നു, അതുകൊണ്ട് കോണ്ടാക്ട് ഇല്ല എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി. അത് പോയിന്റ് നോട്ട് ചെയ്യാം. ബീങ് എൻ NRI, നോ കോണ്ടാക്ട് ഓർ ലെസ് കോണ്ടാക്ട്, അത് അവർക്ക് മനസ്സിലായി. അടുത്തത്, ചേഞ്ച് ദ ഓപ്ഷൻ ടു ക്വസ്റ്റ്യൻ. അവരുടെ ഒബ്ജെക്ഷൻ അവർക്ക് തന്നെ ഒരു ചോദ്യമായിട്ട്. അപ്പൊ സാറ് പറഞ്ഞുകൊണ്ട് വരുന്നത് സാറ് നാട്ടിൽ ആളെ പരിചയമില്ലെന്നാണോ പറഞ്ഞുകൊണ്ട് വരുന്നത്?
അയാൾ പറഞ്ഞത് അത് തന്നെയാണ്. ഞാൻ അതുകൊണ്ട് തിരിച്ച് അങ്ങോട്ട് ചോദിച്ചു, സാർ ഇപ്പൊ പറഞ്ഞത് ഇത്രയൊക്കെ ചെയ്തിട്ട് സാറിന്റെ കയ്യിൽ ഒരു 10,000 രൂപ എടുക്കാനില്ല എന്നാണോ പറഞ്ഞത്? ഓ, അപ്പം അതൊരു ഒബ്ജക്ഷൻ ഉടനെ എഴുതിയെടുക്കാം. ലാക്ക് ഓഫ് ഫണ്ട് ഒരു ഒബ്ജക്ഷൻ, അത് നോട്ട് ചെയ്യണം ഡയറിയിൽ. ഡയറി കയ്യിൽ ഉണ്ടാവണം. അന്നേരം ഡയറി ആലോചിച്ചിട്ട് ഇരുന്നാൽ പോലെ. ഇതൊക്കെ നമ്മുടെ ഫോളോ അപ്പ് കിറ്റിനകത്ത് ഉണ്ടാവേണ്ട സാധനങ്ങളാണ് ഇതെല്ലാം. ഡയറിയും പേനയൊക്കെ ആ വീട്ടിൽ നിന്ന് തന്നെ പേന പൊക്കാനൊന്നും നോക്കണം, അവിടെ നിന്ന് തന്നെ നോക്കാം. അപ്പം അവരിങ്ങോട്ടൊരു ഒബ്ജക്ഷൻ പറഞ്ഞാൽ തിരിച്ചതൊരു ചോദ്യമായിട്ട്. സാധാരണ ഈ പറയുന്നതാണ് പൈസ ഇല്ലാന്നോ കോണ്ടാക്ട് ഇല്ലാന്നോ ഇതുപോലെ സംസാരിക്കാൻ കഴിയില്ല എന്നാണെങ്കിൽ പറയുന്നത്, അപ്പൊ തന്നെ അത് അങ്ങോട്ട് തന്നെ ചോദിക്കും. അപ്പൊ സാറിന് പൈസ ഇല്ല, സാറിന് കോണ്ടാക്ട് ഇല്ല, സാറിന് എന്നെ പോലെ സംസാരിക്കാൻ കഴിയില്ല എന്നല്ലേ സാർ പറഞ്ഞു, റൈറ്റ്? ആൻഡ് നെക്സ്റ്റ് വൺ, യൂസ് ദ ഒബ്ജക്ഷൻ ആസ് ദ റീസൺ ടു ഗോ. സാർ ഇപ്പൊ പറഞ്ഞത് തന്നെയാണ് സത്യത്തിൽ ഈ ബിസിനസ്. ഇത് ഇടയ്ക്ക് പറഞ്ഞേക്കരുത് കേട്ടോ, ഇത് ലാസ്റ്റ് പറയാനുള്ളതാണ്. ഇപ്പൊ സാർ എന്നോട് പറഞ്ഞില്ലേ സാറിന് ഫണ്ടില്ല, 10,000 രൂപ എടുക്കാനില്ല എന്നല്ലേ സാറ്? അത് തന്നെ ആയിരിക്കണം സാറേ ഇത് തുടങ്ങാനുള്ള ഫസ്റ്റ് റീസൺ. കണ്ടോ, പുള്ളി തന്നെ വടി കൊടുത്ത് അടിമേടിച്ചു. അല്ലെങ്കിൽ പുള്ളി പറഞ്ഞു എനിക്ക് കോണ്ടാക്ട് ഇല്ല. സാറേ, സാറിന് കോണ്ടാക്ട് ഇല്ല എന്നുള്ളത് തന്നെയാണ് ഞാൻ ഈ പറഞ്ഞത്. അടുത്ത 3 മാസം കൊണ്ട് സാറിന്റെ കോണ്ടാക്ട് എന്തുമാത്രം ആയിരിക്കും, സാറിന്റെ ടീം തന്നെ എത്ര വലുതാവുന്നുണ്ടാവും, സാറിന് എത്ര പേര് നാട്ടിൽ അറിയുന്നുണ്ടാവും. ശരിയാണല്ലേ? സാറിന് സംസാരിക്കാൻ എന്നെപ്പോലെ സംസാരിക്കാൻ കഴിയില്ല എന്നല്ല ഇപ്പൊ സാറ് പറഞ്ഞു. സാറെ ആ കഴിവ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ് ഞാൻ സാറിന് ഈ പ്രൊജക്ട് കാണിച്ചത്. ക്ലിയർ അല്ലേ? അപ്പൊ അവര് തന്ന ഒബ്ജക്ഷൻ അവർക്ക് തന്നെ റീസൺ ആയി കാണിച്ചു കൊടുക്കുക. ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ നമുക്ക് പ്രൊസീഡ് ചെയ്യാം. അപ്പൊ എന്തൊക്കെയാണ്? ഒന്ന്, ഒബ്ജക്ഷൻ ഇടയ്ക്ക് കയറി ഡിസ്റ്റർബ് ചെയ്യാതെ മുഴുവനായിട്ട് കേൾക്കുക, പറ്റുമെങ്കിൽ എഴുതിയെടുക്കുക, പറ്റുമെങ്കിൽ അല്ല എഴുതിയെടുക്കുക. പിന്നെ അവരോട് തന്നെ പറയാം, സാർ ഈ പോയിന്റ് എന്തായാലും റേസ് ചെയ്തതിൽ എനിക്ക് സന്തോഷം. അപ്പൊ പുള്ളി ചിലപ്പോൾ എന്താണെന്ന് അറിയാം, എനിക്കിതൊക്കെ അറിയാം, ഞാൻ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്രയ്ക്ക് ഇതൊന്നും അല്ല എന്ന് കാണിക്കാൻ വേണ്ടി ഒരു പോയിന്റ് ഇട്ടായിരിക്കും. അപ്പം എന്നെ നമ്മളങ്ങ് എൻകറേജ് ചെയ്തേക്കുക, അപ്രീഷിയേറ്റ് ചെയ്തേക്കുക. അപ്പം ആദ്യത്തെ പ്രശ്നം ആ ഈഗോ അങ്ങ് കൂളായി. നീ ആരാടാ? ചിലപ്പോൾ ഇച്ചിരി എഡ്യൂക്കേഷനിൽ ഞാൻ കുറവും, എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ഇച്ചിരി എഡ്യൂക്കേറ്റഡ് ആണെന്ന് വെച്ചു. ഞാൻ ന്യൂട്രീഷൻ സയൻസിനെ പറ്റി പഠിപ്പിക്കുന്ന മുമ്പിൽ ഇരിക്കുന്ന MBBS MD ഡോക്ടറാണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഒരു ഈഗോ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം 12ാം ക്ലാസ് കഴിഞ്ഞിട്ട് എന്നെ വന്നാണ് MBBS MD ആയിട്ടുള്ള എന്നെ പഠിപ്പിക്കുന്നത്. ആ സമയത്ത് ന്യൂട്രീഷനെ പറ്റിയൊക്കെ എനിക്കറിയാം എന്ന് പറയുകയാണെങ്കിൽ ഉടനെ പറയാം, തീർച്ചയായിട്ടും സാർ, സാറിന് അറിയാമെന്നുള്ളത് കൊണ്ടാണ് സാറിൻ്റെ അടുത്തേക്ക് ഞാൻ വന്നത്. ഓക്കെ, ചേഞ്ച് ദ ഒബ്ജക്ഷൻ ടു എ ക്വസ്റ്റ്യൻ. അവർ ഒബ്ജക്ഷനായിട്ട് കൊണ്ടുവരുന്നതിനെ നമ്മൾ വീണ്ടും തിരിച്ച് അതുപോലെ തന്നെ ചോദിക്കുക. പിന്നെ അവരുടെ ആ പ്രോബ്ലം അല്ലെങ്കിൽ ആ ഒബ്ജക്ഷൻ തന്നെ ആയിരിക്കണം അവർ ചെയ്യാനുള്ള റീസൺ ആയിട്ട് വരും. ക്ലിയർ ആണോ? അപ്പം ഇത് നമുക്ക് വളരെ ഡീസൻ്റ് ആയിട്ട് കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പം ഈ 4 പോയിന്റ് ഒരെണ്ണം കൂടെ ഉണ്ടാവണമല്ലോ, ഇല്ല? ഓക്കെ, സോ ഉണ്ട് ടെസ്റ്റിമോണിയൽസ്. ടെസ്റ്റിമോണിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒബ്ജക്ഷൻ പറയുന്ന സമയത്ത് നമുക്ക് ഇതിനെ ഉദാഹരിക്കാൻ പറ്റുന്നത്. ഉള്ള കണ്ട എല്ലാം വെച്ച് പോകരുത്. അവര് പറഞ്ഞ ഒബ്ജക്ഷന് ഉപോത്ബലകമായിട്ടുള്ള അനുഭവങ്ങൾ നമുക്ക് പറയാം. സാറേ, രാഘവൻ സാറിന് ഇത് തന്നെയായിരുന്നു പ്രോബ്ലം. രാഘവൻ സാറിനും ഈ ഇത് പറഞ്ഞ സമയത്ത് ഈ ഓപ്പർച്യൂണിറ്റിയിൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഇത് തന്നെയായിരുന്നു. പക്ഷെ ഇന്ന് രാഘവൻ സാർ ആരാന്നറിയോ സാർ? രാഘവൻ സാർ സ്വന്തമായിട്ട് അദ്ദേഹം ഹോണ്ട സിറ്റി കാറ് അത് ഇതിൽ കൂടെ ഓൺ ചെയ്യുന്നു. ഇന്ന് 5 രാജ്യങ്ങളിൽ പുള്ളിയുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. രാഘവൻ സാറിനെ ഞാൻ സാറുമായിട്ട് പരിചയപ്പെടുത്താം. സോ ടെസ്റ്റിമോണിയൽ, ആരെങ്കിലുമൊക്കെ വിജയിച്ചു വന്നിട്ടുള്ള അല്ലെങ്കിൽ ഈ ഉൽപ്പന്നം ഉപയോഗിച്ചതിലൂടെ അവർക്കുണ്ടായ റിസൾട്ടുകൾ. അഗ്രികൾച്ചറിനെ പറ്റി പറയുമ്പോൾ നമുക്ക് പറയാം, സാറേ ഇവിടുന്ന് അങ്ങോട്ട് മാറിയിട്ട് 3 കിലോമീറ്റർ അപ്പുറത്ത് നമ്മുടെ ഇന്ന് തോട്ടത്തിൽ നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചതിന് ശേഷം അവിടുത്തെ ഇതൊന്ന് കാണണം. ഇന്നിപ്പോൾ അതൊരു ഒരു മോഡൽ ഫാമാണ്. തീർച്ചയായിട്ടും സാറിന്റെ ഫാമും ഒരു മോഡൽ ഫാമാക്കി മാറ്റാൻ പറ്റും. സോ ദിസ് ഇസ് എ വേ ഓഫ് ഒബ്ജക്ഷൻ. അല്ലാതെ അവർ റേസ് ചെയ്യുമ്പോൾ ഉടനെ തന്നെ അയ്യോ എന്നാലും അങ്ങനെ ചോദ്യം അയാൾ ചോദിക്കാൻ പാടുണ്ടോ എന്ന് വിചാരിക്കും. ഓക്കെ, സോ ആസ്ക് ദ റൈറ്റ് ക്വസ്റ്റ്യൻ, യു ക്യാൻ ടേൺ യുവർ നോ ടു യെസ്. ഓരോ നോയെ നമുക്ക് യെസ് ആക്കി മാറ്റാൻ ആകെ വേണ്ടത് കറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ തിരിച്ച് അവരോട് ചോദിക്കുക. ഡോണ്ട് ബി ആൻ ആൻസറിങ് മെഷീൻ. ചിലര് ലോകത്തിലുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കൊടുക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയിട്ടുണ്ടാവും. നമുക്ക് ആവശ്യമില്ല. നമ്മളൊരു ആൻസറിങ് മെഷീൻ ഒന്നുമല്ല. അവർ ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിനും ഉത്തരം കൊടുക്കാന്നുള്ളതൊന്നും നമ്മൾ ആർക്കും എഗ്രിമെന്റ് വെച്ചിട്ടില്ല. ബിസിനസ്സിനകത്ത് അങ്ങനത്തെ എഗ്രിമെന്റ് ഒന്നും ഇല്ലതാണ്. പലപ്പോഴും നമ്മൾ നോക്കേണ്ടത് അവരുടെ ചോദ്യങ്ങൾ അവരോട് തന്നെ ആൻസർ ചെയ്യിപ്പിക്കുന്നതിലാണ് ബുദ്ധി. ഓക്കെ, നമുക്കൊന്നുകൂടെ നോക്കാം. ഇനി നമ്മൾ അത് നിർത്തുന്നതിന് മുമ്പ് ഫോളോ അപ്പിന്റെ സമയത്ത് അല്ലെങ്കിൽ ഒബ്ജക്ഷൻ ഹാൻഡ്ലിംഗിന് ചെയ്യുന്ന ഒരു ചോദ്യമാണ്, ഇസ് ദാറ്റ് അഡീഷണൽ ഇഷ്യൂ സ്റ്റോപ്പിംഗ് യു ഫ്രം പ്രൊഡക്റ്റ്. ഇപ്പൊ നമ്മൾ അവർ 2-3 എക്സ്ക്യൂസ് പറഞ്ഞു കഴിയുമ്പോൾ ഡയറിയിൽ നോട്ട് ചെയ്തതിനു ശേഷം അവരോട് തന്നെ ചോദിക്കാം, സാറേ ഈ പറഞ്ഞ 2-3 കാരണങ്ങളാണോ സാറിന് ഇത്രയ്ക്ക് മനോഹരമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയിൽ നിന്നും തടയുന്നത്? അല്ലെങ്കിൽ സാറിന്റെ ഇപ്പൊ പറഞ്ഞ ഈ റീസണുകളാണോ സാറിന് ഇത്രയ്ക്കും ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റ് വേണ്ടാന്ന് വെപ്പിക്കുന്നത്? അതിനെന്തായാലും ഉത്തരം പറയാം. കാരണം ആ ക്വസ്റ്റ്യനിൽ തന്നെ നമ്മൾ ഉത്തരം കൊടുത്തിട്ടുണ്ട്. ഇത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, മഹത്തരമായിട്ടുള്ള ഒരു അവസരം
സാർ ഈ പറഞ്ഞ നിസ്സാര കാരണങ്ങൾ കൊണ്ടാണോ വേണ്ടാന്ന് വെക്കുന്നത്, അങ്ങനെ പറയരുത്. പക്ഷെ ആ ധ്വനി രീതിക്കുന്ന രീതിയിൽ നമ്മൾ അവരോട് ചോദിക്കണം, ഈസ് ദിസ് ദ അഡീഷണൽ, ഇതല്ലാതെ വേറെ എന്തെങ്കിലും റീസൺ ഉണ്ടോ സാറിന് ഇത്രയ്ക്ക് മഹത്തരമായിട്ടുള്ള ഒരു അവസരം നഷ്ടപ്പെടുത്തുന്നതിന്, അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റ് വേണ്ടാന്ന് വെക്കാൻ? ഇപ്പൊ പൈസ ഇല്ലാന്നൊരു എക്സ്ക്യൂസ് ആണ് പലപ്പോഴും പ്രൊഡക്റ്റിന്റെ പറയുന്നുണ്ടെങ്കിൽ അവരോട് ചോദിക്കേണ്ട കാര്യം, സാറേ ഈ പൈസ ഇല്ല എന്നുള്ള ഒറ്റ കാരണമാണോ ഇത്രയ്ക്കും ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റ് സാറ് വേണ്ടാന്ന് വെക്കാൻ കാര്യം? അപ്പൊ ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണ്, അദ്ദേഹം ഉപയോഗിക്കണം എന്ന് നമുക്കറിയാം, അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട്. പിന്നെ അദ്ദേഹത്തെ പുറകോട്ടടിക്കുന്ന ഒരേ ഒരു ഘടകം പൈസ ഇല്ല. അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് ഇതിലൂടെ പൈസ ഉണ്ടാക്കാമല്ലോ, ഇതിലൂടെ കിട്ടുന്ന വരുമാനം ഉപയോഗിച്ച് സാറിന് ഈ ക്വാളിറ്റി പ്രൊഡക്ട്സുകൾ യൂസ് ചെയ്യാം. മാത്രമല്ല 50% റിഡ്യൂസ്ഡ് പ്രൈസിലാണ്, ശരിയല്ലേ? അപ്പം ആർ ദീസ് ക്വസ്റ്റ്യൻസ് ആർ സംതിങ് എൽസ് ബിറ്റ്വീൻ? ഇതല്ലാതെ വേറെ എന്തെങ്കിലും സാറിന് പറയാനുണ്ടോ? ഈ പറഞ്ഞതല്ലാത്ത എന്തെങ്കിലും റീസൺ സാറിനെ ഇതിൽ നിന്നും പുറകോട്ടടിക്കുന്നുണ്ടോ? അപ്പൊ അയാൾ വിചാരിക്കും ഇത്രയും പറഞ്ഞത് തന്നെ പോരെ, നമ്മൾ അതിനെ സൊല്യൂഷൻ. പലപ്പോഴും നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ ഇങ്ങനത്തെയൊക്കെ പറഞ്ഞിട്ട് വന്നാൽ ഇതെല്ലാം എനിക്ക് പരിഹരിക്കാൻ പറ്റുമോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെന്ന് പറഞ്ഞൊരു വ്യക്തി അല്ല, വിന്നിംഗ് ടീം എന്ന് പറഞ്ഞൊരു സിസ്റ്റമാണ് പരിഹരിക്കുന്നത്. നിങ്ങൾക്ക് കഴിവ് കുറവായിരിക്കാം, പക്ഷെ കഴിവുകൾ എത്രയോ പേര് നിങ്ങളുടെ ടീമിനകത്തുണ്ട്. നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ഏത് കാര്യവും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം നമുക്കില്ലേ? അതുകൊണ്ടാണല്ലോ നമ്മൾ സിസ്റ്റത്തിന്റെ പ്രൊഡക്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ട് വരുന്നതെല്ലാം ഒരു സിസ്റ്റത്തിലൂടെയാണ് സോൾവ് ചെയ്യുന്നത്, അല്ലാതെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഡിസ്ക്രിപ്പൻസീസ് ഉണ്ട്, കുറവുകളുണ്ട്. പക്ഷെ നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ച് ചേരുമ്പോൾ കഴിവുകൾ മാത്രമേ കാണുന്നുള്ളൂ, കുറവുകൾ കാണുന്നില്ല. അതിനാണ് നമ്മൾ പറഞ്ഞത് വിന്നിംഗ് ടീം എന്ന് പറഞ്ഞ സംവിധാനം. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഗ്യാരണ്ടി കൊടുക്കാം. ഒരാളുടെ സക്സസിന് നമ്മൾ ഗ്യാരണ്ടി കൊടുക്കുമ്പം ഞാനെന്ന് പറഞ്ഞ വ്യക്തിയല്ല കൊടുക്കുന്ന ഗ്യാരണ്ടി, വിന്നിംഗ് ടീം എന്ന് പറഞ്ഞൊരു സിസ്റ്റമാണ്. അത് ഓർമ്മ വേണം. ഓക്കെ, സോ ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പറഞ്ഞു വന്നതും പ്രവർത്തിച്ചു കേട്ട സമയത്ത് വന്ന മെയിൻ ഒബ്ജക്ഷൻസിനകത്ത് ഒന്ന് ഞാനും ചിലതൊക്കെ നോട്ട് ചെയ്തിട്ടുണ്ട്. നോട്ട് ചെയ്യേണ്ടത് ക്ലിയർ നമുക്ക് തുടങ്ങാമല്ലോ. ഓക്കെ, നമ്മൾ ജോയിനിങ്ങിന്റെ സമയത്ത് പറയാതെ പോരുന്ന, പലപ്പോഴും പറയാൻ വിമുഖത കാണിക്കുന്ന ഒരു സംവിധാനമുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 10,000 റുപ്പീസിന്റെ 300 PV അല്ലെങ്കിൽ 3 കൺസിസ്റ്റൻസി സ്റ്റാർട്ട് ചെയ്തുകൂടെ? അല്ലെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് 2 കൺസിസ്റ്റൻസിയിൽ 5000 രൂപ സ്റ്റാർട്ട് ചെയ്തുകൂടാ? ഇത് രണ്ടും നടക്കാത്തൊരു സന്ദർഭത്തിൽ മാത്രമേ നമുക്ക്, അങ്ങനെയാണെങ്കിൽ ഒരു കൺസിസ്റ്റൻസി എടുത്തുകൊണ്ട് 100 PV സ്റ്റാർട്ട് ചെയ്യാം. സോ ഈ 3 ഓപ്ഷൻ മുമ്പോട്ട് വെക്കണം. എപ്പോഴും തുടങ്ങുന്നത് ലാസ്റ്റിൽ നിന്നും ഫസ്റ്റിലേക്ക് ആയിരിക്കണം, ഫസ്റ്റിൽ നിന്നും ലാസ്റ്റിലേക്ക് ആയിരിക്കരുത്. സ്വാഭാവികമായിട്ട് അത് പറയുമ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യമുണ്ട്, എന്താ ഞാൻ 10,000 തുടങ്ങിയാലുള്ള ആനുകൂല്യം, ബെനിഫിറ്റ്സ്? ആ സമയത്ത് നിങ്ങൾക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അറിയണം എത്ര ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട്, എത്ര പ്രൊഡക്റ്റ് തിരിച്ചു കിട്ടുന്നുണ്ട്. മിക്കവാറും അത് കണക്കൂട്ടിയെടുത്താൽ 3000-3500 രൂപയുടെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ 10,000 രൂപ ജോയിൻ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് 3500 രൂപ തിരിച്ച് അപ്പം തന്നെ ഓൺ ദ സ്പോട്ട് കിട്ടുന്നു എന്നുണ്ടെങ്കിൽ തന്നെ അത് നല്ലതല്ലേ? അപ്പൊ 10,000, 5,000 അല്ലെങ്കിൽ 100 PV ജോയിനിങ്, ഈ 3 ജോയിനിങ് ഓപ്ഷൻ ആക്കി മുമ്പോട്ട് വെക്കണം. പലപ്പോഴും നിങ്ങൾ മടിച്ചു നിൽക്കുന്നത് അവരുടെ 100 PV പറഞ്ഞാൽ തന്നെ ജോയിൻ ചെയ്യുമെന്ന് അറിയില്ല, എന്നാൽ പിന്നെ ഒരു സോപ്പ് മാത്രം എടുക്കുക അല്ലേ സാറേ എന്നും പറഞ്ഞായിരിക്കും ഇവിടെ നിൽക്കുന്നത്. അപ്പൊ ദയവ് ചെയ്ത് നിങ്ങൾ പലപ്പോഴും സിമ്പത്തറ്റിക് അപ്രോച്ചിലേക്ക് പോകാറുണ്ട്. ഞാൻ ഇവിടെ തന്നെ പറയുന്നുണ്ട്, വെസ്ലിൻ പ്രൊഡക്റ്റ് കൊടുക്കുന്ന സമയത്ത് എങ്ങനെയെങ്കിലും ഒരു ഷെയ്ക്ക് എടുപ്പിച്ചാൽ കൊള്ളാമായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയാണ്. എന്തുകൊണ്ടാൽ വെസ്ലിൻ എന്ന പ്രൊഡക്റ്റിന്റെ റേഞ്ച് ഒരു കോമ്പിനേഷനാണ്. അത് വെയിറ്റ് റിഡക്ഷന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ, അതിന്റെ റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ കോമ്പിനേഷൻ മേടിച്ചേ പറ്റൂ. അതിനകത്തൊന്ന് നിങ്ങൾ വെസ്ലിൻ ടീ കട്ട് ചെയ്യുക, ക്യാപ്സൂൾ ഇല്ലെങ്കിലും കുഴപ്പമില്ല, 3 മാസം കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, എന്താ നിങ്ങൾ കാട്ടിക്കൂട്ടുന്നത്? സോ അവിടെയൊക്കെ സിമ്പത്തറ്റിക് അപ്രോച്ച്. ഏതെങ്കിലും ഡോക്ടർ പറയാറുണ്ടോ സ്റ്റെൻഡ് ഇടുന്നതിനകത്ത് നിങ്ങളുടെ ആധാരം പണയം വെച്ചാൽ പൈസ കിട്ടുമോ? ആവും. എന്നാ പിന്നെ തൽക്കാലം നമുക്കൊരു ടെമ്പററി സ്റ്റെൻഡ് ഇടാം, എന്നിട്ട് പിന്നെ പൈസ ഇടുന്ന ഇപ്പൊ പെർമനന്റ് സ്റ്റെൻഡ് ഇടാം. പറഞ്ഞത് കേട്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇല്ല. അപ്പൊ അവിടെ സിമ്പത്തറ്റിക് അല്ല, അവിടെ. സോ നിങ്ങളുടെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് സിമ്പത്തറ്റിക് ആയിട്ട്? സർ വോയിസ് പോയല്ലോ. ഇപ്പോഴും വോയിസ് ഇല്ലേ? ഹലോ, ഇപ്പൊ ഓക്കെ? ഇപ്പൊ ഓക്കെ? ഓക്കെ. അത് ഇന്റർനെറ്റ് കണക്ഷൻ അൺസ്റ്റേബിൾ എന്നും പറഞ്ഞ് എനിക്ക് വാണിംഗ് വന്നു. സമയം കഴിഞ്ഞോണ്ടായിരിക്കും. അത് തന്നെ, സമയം കഴിയുന്നോണ്ട് വന്ന വാണിംഗ്. അപ്പം നമ്മൾ ഒരു സിമ്പത്തറ്റിക് അപ്രോച്ച് ഒരു കാരണവശാലും എടുക്കരുത്. അവർക്ക് സാമ്പത്തിക ശേഷി ഉണ്ടോ, ഇതൊക്കെ അഫോർഡബിൾ ആണോ? അവർക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ അത് ഉണ്ടാക്കാൻ വേണ്ടി ആയിരിക്കണം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്. അത് പ്രൊഡക്റ്റിന്റെ കേസ് ആയാലും ശരി, ബിസിനസിന്റെ കേസ് ആയാലും ശരി. ഓക്കെ,
മറ്റൊന്ന് വേണ്ടത് അസിസ്റ്റന്റ് ബയർ എന്നുള്ള പ്രിൻസിപ്പിൾ നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് എനിക്ക് അറിയില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദയവ് ചെയ്ത് സെല്ലർ എന്നുള്ളൊരു കോട്ടൺ ഊരിക്കളാം. എന്നിട്ട് അസിസ്റ്റന്റ് ബയർ എന്ന് പറഞ്ഞാൽ അവർക്ക് മേടിക്കാൻ ഒരു സഹായിയായിട്ട് വർത്തിക്കും. അപ്പം കോസ്റ്റ്ലി അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരോട് പറയാവുന്ന കാര്യമാണ്. അത് 50% റെഡ്യൂസ്ഡ് പ്രൈസ് മേടിക്കാനുള്ള ഒരു അവസരം ഞാൻ ഒരുക്കി തരുന്നത്. മാത്രമല്ല ക്വാളിറ്റി പ്രൊഡക്ട്സ് ആർക്കാ വേണ്ടാന്ന് തോന്നുക. നമുക്ക് എല്ലാവർക്കും ക്വാളിറ്റി ഉപയോഗിച്ചാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷെ നമ്മുടെ സാമ്പത്തിക ശേഷി കൊണ്ടായിരിക്കും നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്നത്. ഇനി മുതൽ ആ കോംപ്രമൈസ് വേണ്ട. ക്വാളിറ്റി പ്രൊഡക്ട്സ് അഫോർഡബിൾ പ്രൈസ് മേടിക്കാൻ ഈ ഓപ്പർച്യൂണിറ്റി സീരിയസ് ആയിട്ട് ചെയ്താൽ മതി. പണ്ട് ഞാനും തുടങ്ങിയപ്പോൾ ഈ ഫീൽ ഫെൽറ്റ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. എനിക്കും ഈ ഓപ്പർച്യൂണിറ്റി കണ്ടപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾ പറയുന്ന പോലെ തോന്നിയിരുന്നു. പക്ഷെ പിന്നീട് എനിക്കത് മനസ്സിലായി അതല്ല ശരി. ഇത് സപ്പോർട്ടീവാണ്. കാരണം അയാൾക്ക് തോന്നി അതേ തോന്നൽ എനിക്കും ഉണ്ടായി. പക്ഷെ കാലക്രമേണ തോന്നൽ മാറി. ഇന്ന് ഞാൻ സീരിയസ് ആയി. സാറിനും ഇപ്പൊ ആദ്യം കേൾക്കുമ്പോൾ തോന്നുന്നേ ഉള്ളൂ. ഇച്ചിരി കഴിയുമ്പോൾ സാറിന് മനസ്സിലാവും ഇത് ചെയ്താലേ എൻ്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവൂ. ആ ഒരു അപ്രോച്ച് നമ്മൾ കൊണ്ടുവരാൻ നോക്കണം. അതിനകത്ത് യാതൊരു കോംപ്രമൈസ് നമ്മൾ ചെയ്യരുത്. പിന്നെ മറ്റൊരു കാര്യം, ക്യാൻ ബി ആ സെയിൽ ബട്ട് നോട്ട് ബൈ മീ. ഓക്കെ, ചിലർ പറയുന്ന ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മുടെ മനോജ് പറയൽ സാർ തന്ന ഒരു ഇൻപുട്ടാണ്. ലീഡേഴ്സ് പറഞ്ഞാൽ ഇവിടെ പലതും നടക്കുന്നുണ്ട്, ആളുകൾ ജോയിൻ ചെയ്യുന്നുണ്ട്, പ്രൊഡക്റ്റ് മേടിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞാൽ അത് നടക്കുന്നില്ല. ഈ ലീഡർ എന്ന് പറഞ്ഞത് ജന്മനാലുള്ള ആളാണ്. ഇപ്പൊ ഈ പ്ലാറ്റ്ഫോമിലുള്ളവരൊക്കെ ജനിച്ചപ്പോൾ ലീഡറായിട്ട് വന്നവരാണ്. ജ്യോതിഷ് കുമാർ ലീഡർ എന്ന് പറഞ്ഞ് ജനിച്ചു വന്നതാണ്. ഇവിടെ വന്നതിന് ശേഷം ലീഡർ ആയവരാണ് ഈ പാർട്ടികളെല്ലാം. സയന്റിസ്റ്റ് ആയാലും എയറോനോട്ടിക്കൽ ആണെങ്കിലും ഓട്ടോ ഡ്രൈവർ ആണെങ്കിലും എല്ലാവരും ഈ ഓപ്പർച്യൂണിറ്റി വന്ന് വിന്നിംഗ് ടീം പോലത്തെ സിസ്റ്റത്തിന്റെ സപ്പോർട്ടോടുകൂടിയാണ് ലീഡർ എന്നുള്ള ലെവലിലേക്ക് ഉയർന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇത് ചെയ്താണ് ലീഡർ ആവുക. അല്ലാതെ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ കിരീടം എടുത്ത് തലേ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് DUCD അല്ലെങ്കിൽ UCD എന്ന് പറഞ്ഞൊരു കിരീടം എടുത്ത് തലേ വെച്ചാൽ നിങ്ങളുടെ സെയിൽസ് ഇമ്പ്രൂവ് ആവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ സെയിൽസ് ഇമ്പ്രൂവ് ആവുമ്പോഴാണ് ആ UCDയുടെ കിരീടം തലേ വരിക. അപ്പൊ അതുകൊണ്ട് എന്റെ ലീഡർ വിചാരിച്ചാൽ സെല് ചെയ്യാൻ പറ്റും, എന്റെ ലീഡർ വിചാരിച്ചാൽ ആളുകൾ ജോയിൻ ചെയ്യും. പക്ഷെ ഞാൻ വിചാരിച്ചാൽ നടക്കില്ല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ആർ നോട്ട് റെഡി ടു ചേഞ്ച്. നിങ്ങളിൽ മാറ്റം വരുത്താൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ ശ്രമിക്കുന്നില്ല. ഞാൻ പറഞ്ഞത് ഇതൊരു കണ്ടിന്യൂസ് എഫർട്ടിന്റെ റിസൾട്ട് ആണ് നമ്മൾ വരുന്ന ഈ മാറ്റം. അല്ലാതെ ഒറ്റ രാത്രി കൊണ്ടോ ഒരു മാസം കൊണ്ടോ സംഭവിക്കുന്നതല്ല. യു ഹാവ് ടു കീപ് ഡൂയിങ്. ഞാൻ പറഞ്ഞില്ലേ, ഇന്നും സച്ചിൻ തെണ്ടുൽക്കർ നെറ്റ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. കാരണം അയാൾ വിചാരിക്കുകയാണ് ഞാൻ ദൈവമാണ്, ക്രിക്കറ്റിന്റെ ദൈവമാണ് എന്ന് വിചാരിച്ചിട്ട് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളി എന്തെങ്കിലും ഇമ്പ്രൂവ് ആവുമോ? ശരിയല്ലേ? യേശുദാസ് ഇന്നും കാലത്ത് എഴുന്നേറ്റിരുന്ന് സരിഗമ പദനിസ എന്ന് പറഞ്ഞാൽ 7 അക്ഷരം വെച്ചുള്ള തകർപ്പ. പുള്ളി 8ാമത്തെ അക്ഷരം പ്രയോഗിച്ചിട്ടുമില്ല, അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മളോ ആ പാട്ട് പഠിക്കാൻ ആദ്യം കൊണ്ട് നിർത്തിയ ക്ലാസ്സിൽ വെച്ച് തന്നെ ടീച്ചറിനോട് പറഞ്ഞു എനിക്കതൊക്കെ മനസ്സിലായി എന്ന് പറഞ്ഞ് പോന്നു. അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെയാണ് കുത്തിയിരിക്കുന്നത്. അപ്പം ദയവ് ചെയ്തൊരു കാര്യം മനസ്സിലാക്കുക, until unless you don't do it repeatedly, you will not become a leader and you will not be able to do it. ഇപ്പൊ ഞാൻ ഇത് പറയുന്ന സമയത്ത് ഞാൻ വാചകോടി അല്ല, ഡേ ഇൻ ഡേ ഔട്ട് ഐ ഡു ഇറ്റ്. ഞാൻ അത് ചെയ്ത് ഇന്നത് പറയുമ്പോൾ എനിക്ക് നിങ്ങൾ പറയുന്ന ഒബ്ജക്ഷൻസ് കൈകാര്യം ചെയ്യാനോ അല്ലെങ്കിൽ ഞാൻ ചെയ്തത് നിങ്ങൾക്ക് പറഞ്ഞു തരാനോ പറ്റുന്നുണ്ടോ? അതേ രീതി തന്നെ ആവണമെന്നൊന്നുമില്ല, ഇതും രീതിയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ബിയോണ്ട് ദ മാർക്കറ്റ് ഇപ്പൊ കിട്ടിയേക്കുന്ന ഏറ്റവും നല്ല അവസരം, മൊത്തം മാർക്കറ്റ് ഇളകി മറിഞ്ഞു കിടന്നു തിളച്ചു നിൽക്കുന്ന എണ്ണയാണ്. അതിനകത്തേക്ക് 2 പപ്പടം ചുട്ടതുകൊണ്ട് ഒരു കുഴപ്പവും വരാനില്ല. എന്തായാലും ചിപ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പൊ അതുകൊണ്ട് ദ എൻവയോൺമെന്റ് ഇസ് സോ ഗുഡ്, ദ കൺഡ്യൂസീവ് അറ്റ്മോസ്ഫിയർ ഈസ് മെയ്ഡ് അപ്പ്. ഓൺലി തിങ് ഇസ് ആർ യു പ്ലഞ്ചിങ് ഇൻ ടു ആക്ഷൻ ഓർ നോട്ട്? അതോ നിങ്ങൾ ഇനിയും കരയിലിരുന്നുകൊണ്ട് സ്വിമ്മിങ് പഠിക്കാൻ വേണ്ടി നിൽക്കുവാണോ? ഹോസ്റ്റലിൽ സ്വിമ്മിങ് പഠിക്കാൻ നോക്കിയിട്ട് ഇപ്പൊ നടക്കാതെ ഇനി കരയിലിരുന്നുകൊണ്ട് സ്വിമ്മിങ് പഠിക്കാനാണോ നിങ്ങളുടെ ശ്രമം? സോ യു ഹാവ് ടു പ്ലഞ്ച് ഇൻ ടു ദ മാർക്കറ്റ് ആൻഡ് ഡിസൈഡ് ദാറ്റ് യെസ് ഇനഫ് ഈസ് ഇനഫ്. നാളെ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന എക്സ്ക്യൂസ് ഒക്കെ ഞാനൊന്ന് മാറ്റി വെക്കട്ടെ. നിങ്ങളുടെ മനസ്സിൽ എക്സ്ക്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മുമ്പിലിരിക്കുന്ന പ്രോസ്പെക്റ്റിന്റെ വായി കൂടെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. പൈസ ഇല്ല എന്നുള്ള ദരിദ്ര ചിന്തയാണ് നിങ്ങളുടെ കയ്യിലെങ്കിൽ നിങ്ങൾ കാണിക്കുന്ന പ്ലാൻ കഴിയുമ്പോൾ അവർ പറയാൻ പോകുന്നത് മിക്കവാറും അത് തന്നെയാണ്. കാരണം ആ റിഫ്ലക്ഷനാണ്. നിങ്ങൾക്ക് ആ പ്രൊഡക്റ്റ് ഉപയോഗിച്ചപ്പോൾ ഒരു പ്രത്യേക ഫീലിംഗ് ഉണ്ടായി എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ ആ ഫീലിംഗ് അപ്പുറത്തൊന്നും കേൾക്കുന്നുണ്ടോ? അത് ഞാൻ പറയുന്നു, ഇഫ് യു ട്രാൻസ്ഫർ ദ കൺവിക്ഷൻ 50% വിൽ ബി അക്സെപ്റ്റ്. നമ്മൾ 100% വിശ്വാസ്യതയോടുകൂടി പറഞ്ഞാൽ അതിന്റെ 50% അവിടെ കിട്ടും. പക്ഷെ നമ്മുടെ ഡൗട്ടിന്റെ 50% പറഞ്ഞാലും അത് 100ആയിട്ട് അവിടെ കേൾക്കുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾ അത് തീരുമാനം എടുക്കേണ്ടി വരും. ക്ലിയർ ആണോ? എന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഡെവലപ്മെന്റും ഇപ്പൊ നടന്നിരിക്കുന്ന മാർക്കറ്റിലെ മൂവ്മെന്റിനെയും വേണ്ട രീതിയിൽ നമുക്കൊന്ന് എൻകേജ് ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഐ ആം പ്രെറ്റി ഷുവർ ദാറ്റ് നമുക്ക് പ്രൂവ് ചെയ്ത് കാണിക്കാൻ പറ്റും. ഇനി തുടക്കത്തിൽ തന്നെ നമ്മുടെ പാലക്കാട് നിന്ന് ശിവ ചോദിച്ച പോലെ നിനക്കെന്ത് കിട്ടുന്നുണ്ടേ? നീ വലിയ ഘോര പ്രസംഗവും നടത്തി ഇപ്പോഴും എന്റെ സൗണ്ട് ഒന്ന് പോയി കാണും അല്ലേ? ശരിയായോ? അപ്പം ശിവ ചോദിച്ച പോലെ എന്ത് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ നീ വലിയ വലിയ കണക്കുകളൊക്കെ കാണിക്കുന്നുണ്ടല്ലോ, ബ്രോൺസ് സിൽവർ ഗോൾഡ് എന്നൊക്കെ പറയുന്നത്, നിനക്ക് വല്ലതും കിട്ടിയോടെ എന്ന് ചോദിക്കുമ്പം നമുക്ക് പറയാവുന്ന മാന്യമായിട്ട് കള്ളത്തരം പറയുന്നത് അങ്ങനെ തന്നെ പറഞ്ഞു,
അല്ല, സത്യസന്ധമായി പറയാനുള്ളതാണെന്നുണ്ടെങ്കിൽ പറയേണ്ട ഒരു കാര്യം അല്ല, നമ്മൾ രണ്ടുപേരും കൂടെ ചേർന്നായിരിക്കും ആ ഇൻകം ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് ഒരുമിച്ച് നേടാൻ പറ്റുന്ന ഒരു ഇൻകത്തെ പറ്റിയാണ് ഞാൻ ഈ പറഞ്ഞത്. ക്ലിയർ ആണോ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതുവരെ നേടിയിട്ടില്ല, പക്ഷെ നേടുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അത് നിനക്കൂടെ മേടിച്ചു തരാൻ വേണ്ടിയാണ്. ക്ലിയർ ആണോ? ഞാൻ നേടിയിട്ടില്ല എന്ന് പറയണ്ട, നമ്മൾ ഒരുമിച്ച് ചേർന്ന് ഈ ഇൻകം നമ്മൾ നേടാൻ പോവാണ്. ക്ലിയർ ആണോ? പലപ്പോഴും പലരും പറയാൻ പോകുന്നത്, നീ ഇത്രയും വർഷമായല്ലോ, നീ കുറെ കാലമായിട്ട് ബാഗ് തൂക്കി നടപ്പുണ്ടല്ലോ, നിനക്കെന്ത് കിട്ടി? ഇവിടെ ദയവ് ചെയ്ത് വേണ്ടാത്തൊരു എമൗണ്ട് പറഞ്ഞ് വേണ്ടാത്ത പരിപാടി. കാരണം നിങ്ങൾ ആ വ്യക്തിയെ ബിസിനസ്സിൽ കൊണ്ടുവന്നു, വന്നില്ലെങ്കിൽ രക്ഷപ്പെട്ടു, വന്നാൽ എന്നും കുന്നും നിങ്ങൾക്ക് അതൊരു പ്രശ്നമായി നിൽക്കുന്നുണ്ടോ? വരണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു. ഇപ്പൊ 19,000 കിട്ടുന്നുണ്ട്, കഴിഞ്ഞ പ്രാവശ്യം 5 ലക്ഷം കിട്ടിയായിരുന്നു, പമ്പയിലേക്ക് എന്നൊക്കെ എന്തെങ്കിലുമൊക്കെ താങ്ങിക്കോ. പക്ഷെ അല്ല, സത്യസന്ധമായി പറഞ്ഞുള്ള ഗുണം, അയാൾ ഇതിനകത്ത് വന്നാലും അയാളെ നിങ്ങൾക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ പറയും, നീ അന്ന് എന്നോട് ഇത്ര എമൗണ്ട് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വന്നത്. അപ്പൊ ദയവ് ചെയ്ത് പറയട്ടെ, നീ ഇങ്ങോട്ട് വന്നതിന് ശേഷം നമ്മൾ ഒരുമിച്ചായിരിക്കും ആ ഇൻകം നേടാൻ പോകും. അപ്പൊ അതുകൊണ്ട് ആ ഒരു പ്രശ്നമില്ല. ഇനി നല്ലൊരു പോയിന്റ് നമ്മുടെ സുരേഷ് കോതമംഗലം സാർ പറഞ്ഞു തന്നൊരു കാര്യം. അദ്ദേഹം ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് പ്രാക്ടീസ് ചെയ്ത് അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസിൽ നിന്ന് കിട്ടിയ, ആരോടെങ്കിലും നമ്മളൊരു പ്ലാൻ പറയാൻ പോകുന്നെന്ന് വെച്ചു. അപ്പൊ അവര് പറയാണ്, എനിക്കറിയാം, ഞാൻ ഇതൊക്കെ കേട്ടിട്ടുണ്ട്, എനിക്കിതൊക്കെ അറിയാം. കാരണം അത് ഒന്നുകിൽ ഈഗോ കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ടായിരിക്കും. രണ്ടായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ പ്രോസ്പെക്ട് നഷ്ടപ്പെടാതിരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ള ഒരു കാര്യം, സാർ പറഞ്ഞ മുഴുവൻ ഞാൻ കേട്ടു. ഇനി എനിക്ക് വേണ്ടി, ഈ പദത്തിനാണ് അദ്ദേഹം ഊന്നൽ കൊടുക്കാറുള്ളത്, എനിക്ക് വേണ്ടി ഒരു 20 മിനിറ്റ് സാറ് ഞാൻ പറയുന്നൊന്ന് കേൾക്കണം. ഈ എനിക്ക് വേണ്ടി എന്നുള്ളതിനകത്ത് ഒരു നല്ല കണക്ടിവിറ്റി ഉണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എനിക്ക് വേണ്ടി എന്നാ പറഞ്ഞത്. അപ്പൊ ഓക്കെ, എന്തെങ്കിലും ആവട്ടെ, തനിക്ക് വേണ്ടി ഒരു 20 മിനിറ്റ്, സാറ് എനിക്ക് വേണ്ടി ഒരു 20 മിനിറ്റ് ഞാൻ ഈ പറയുന്നൊന്ന് കേൾക്കണം എന്ന് പറഞ്ഞ് വീണ്ടും പ്ലാൻ കാണിക്കുക. മിക്കവാറും അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്ന ഒബ്ജക്ഷൻസ് എല്ലാം ഈ 20 മിനിറ്റിൽ പ്ലാൻ കണ്ടു കഴിയുന്നതോട് തീരുന്നുണ്ടാവും. അല്ലാതെ അദ്ദേഹം പറയുന്നതിനെ ഒബ്ജക്റ്റ് ചെയ്യുക, ആ കമ്പനി അങ്ങനെയാണ്, ആ കമ്പനിയുടെ പ്രൊഡക്റ്റ് ചീത്തയാണ്, അതിനുള്ള ഇതൊന്നും കൊടുക്കാതിരിക്കുക. ദയവ് ചെയ്ത് കമ്പാരിസൺ ചെയ്ത് ഒരു വേണ്ടാത്ത ആർഗ്യുമെന്റ് കൊണ്ട്, യു മേ വിൻ ആൻ ആർഗ്യുമെന്റ്. നിങ്ങൾ ആർഗ്യുമെന്റ് ചിലപ്പോൾ ജയിച്ചെന്ന് വരും, ബട്ട് യു വിൽ ലൂസ് എ കസ്റ്റമർ. നിങ്ങൾ ആർഗ്യുമെന്റിൽ ഉസ്താദാണ്, പക്ഷെ നിങ്ങൾക്ക് വേണ്ടത് ആർഗ്യുമെന്റ് ജയിക്കുക എന്നുള്ളതാണോ അതോ പ്രോസ്പെക്റ്റിന് ഡിസ്ട്രിബ്യൂട്ടർ ആക്കുക എന്നുള്ളതാണോ? പ്രോസ്പെക്റ്റിന് ഡിസ്ട്രിബ്യൂട്ടർ ആകണമെന്നുണ്ടെങ്കിൽ സംടൈംസ് യു ലൂസ് ഇറ്റ്, യു ലൂസ് ദ ആർഗ്യുമെന്റ്, നോ പ്രോബ്ലം. പക്ഷെ ആകെ ചെയ്യേണ്ടത്, സാറ് എനിക്ക് വേണ്ടി 20 മിനിറ്റ് ഒന്ന് കേൾക്കുക, എന്നിട്ട് സാറിന് തീരുമാനം എടുക്കാം എന്ന് പറഞ്ഞ് പ്ലാൻ ബ്യൂട്ടിഫുൾ ആയിട്ട് അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്യുക. മിക്കവാറും അദ്ദേഹം പറയുന്ന ഒബ്ജക്ഷൻസ് അവിടെ തീരുന്നുണ്ടാവും. ക്ലിയർ ആണ്? ഇത് വളരെ നല്ല റിസൾട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത്. ദയവ് ചെയ്ത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ആളെ ചേർക്കണ്ടേ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യം, ഒരു നിർബന്ധമില്ല സാറേ. ശരിയാണോ അല്ലേ? ശരിയാണെന്ന് തോന്നുന്നവർ മാത്രം എസ് എന്നൊന്ന് അടിച്ച്. നമ്മുടെ ബിസിനസ്സിൽ ആളെ ചേർക്കണ്ട എന്ന് പറഞ്ഞത് കള്ളമാണോ സത്യമാണോ? സത്യമാണെന്ന് തോന്നുന്നവർ മാത്രം എസ് എന്നൊന്ന് അടിച്ച്. ഇവിടെ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് പ്രൊസ്യൂമർ എന്ന് പറയും. എന്താണ് ഈ പ്രൊസ്യൂമർ? പ്രോഫിറ്റ് മേക്കിംഗ് കൺസ്യൂമർ. അങ്ങനെ 50% ലാഭത്തിൽ ഉൽപ്പന്നങ്ങൾ മേടിക്കാൻ ഒരാളെ പോലും ചേർക്കണ്ട. ഹലോ, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഒരു വ്യക്തി ബിസിനസ് വരികയും അതിൽ ഉൽപ്പന്നങ്ങളുടെ മുകളിൽ കിടക്കുന്ന വിലയുടെ 50% കിഴിവിൽ മേടിച്ച് ഉപയോഗിക്കാനും വേണ്ടി വരുന്ന ഒരു വ്യക്തിയെ നമുക്ക് ഇനി മുതൽ പ്രൊസ്യൂമർ എന്ന് വിളിക്കാം. എന്താണ് ഈ പ്രൊസ്യൂമർ? പ്രോഫിറ്റ് മേക്കിംഗ് കൺസ്യൂമർ. അങ്ങനെ വിചാരിക്കുന്ന ഒരു വ്യക്തി ഒരാളെ പോലും ജോയിൻ ചെയ്യിപ്പിക്കാതെ പോലും അദ്ദേഹത്തിന് 50% ലാഭത്തിൽ ഉൽപ്പന്നങ്ങൾ മേടിക്കാൻ പറ്റും. അദ്ദേഹം ബ്രോൺസ് ആവുകയും സിൽവർ ആവുകയൊന്നുമില്ല. അദ്ദേഹത്തിന് ട്രാവൽ ഫണ്ട്, ഹൗസ് ഫണ്ട് ഒന്നും കിട്ടില്ല. പക്ഷെ അല്ലാതെ തന്നെ ആദ്യത്തെ 4 ഇൻകം കൂട്ടി വെച്ച് നിങ്ങൾ നോക്കിയാൽ തന്നെ അദ്ദേഹത്തിന് 50% റെഡ്യൂസ്ഡ് പ്രൈസിൽ പ്രൊഡക്റ്റ് കിട്ടും. പ്രൊഡക്റ്റ് പൈസ പ്ലസ് പ്രൊഡക്റ്റ് കിട്ടുന്നുണ്ടോ? ക്ലിയർ ആണോ? അപ്പൊ അതുകൊണ്ട് ആളെ ചേർക്കണ്ടേ എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം ഇതാണ്. പക്ഷെ അപ്പൊ പറയരുത്, അത് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ആളെ ചേർക്കുന്നതാണ് സാറിന് ഇതിനകത്ത് ബുദ്ധിമുട്ടായി തോന്നുന്നത്. അതാണ് സാറിന് ഈ ഓപ്പർച്യൂണിറ്റിയിൽ നിന്നും പുറകോട്ടടിക്കുന്നത്. ശരി, ലാസ്റ്റ് നമ്മൾ ഈ പ്ലാൻ കാണിച്ചു കഴിയുമ്പോൾ മിക്കവാറും മറ്റു കമ്പനിയുടെ പ്ലാനുമായിട്ട് അയാളുടെ മനസ്സിലുണ്ടെങ്കിൽ അവിടെ മാറി. കാരണം ഇവിടെ വേണ്ട. രണ്ടാമത് ചിലർ ചോദിക്കുന്ന ചോദ്യമാണ്, കേട്ടൊരു ഒബ്ജക്ഷൻ, കുറ്റം കുറവ്. ഒരു കമ്പനിയുടെ കുറ്റവും കുറവും പറയലും നമ്മുടെ കാര്യമല്ല, മറിച്ച് നമ്മൾ പറയേണ്ടത് നമ്മുടെ കമ്പനിയുടെ ഫ്യൂച്ചർ പോസിബിലിറ്റി. 2028 20 രാജ്യങ്ങളിലേക്ക് ഉയരാൻ പോകുന്ന 1000-ലധികം പ്രൊഡക്റ്റുകളുള്ള 20,000 കോടി മുകളിൽ വിറ്റുവരാൻ പോകുന്ന ഒരു കമ്പനിയുടെ പ്രൊജക്ഷനാണ് ഞാൻ സാറിനോട് കാണിച്ചത്. അത് എക്സൈറ്റിംഗ് ആണ്. അതേസമയം മറ്റേ കമ്പനിയിൽ ഇങ്ങനെയല്ലേ, ഞങ്ങളുടെ കമ്പനിയിൽ ഇങ്ങനെയാണ്, മറ്റേ പ്രൊഡക്റ്റ് അങ്ങനെയല്ലേ, എന്റെ പ്രൊഡക്റ്റ് ഇങ്ങനെയാണ് എന്ന് പറയുന്നത് അനാവശ്യമായിട്ട് നിങ്ങൾ ഒരു ആർഗ്യുമെന്റിലേക്ക് വഴിവെക്കുകയാണ്. അത് കഴിഞ്ഞ് പ്രോസ്പെക്ട് പറയുന്നതെല്ലാം കേൾക്കാൻ പിന്നെ നിങ്ങൾ നിർബന്ധിതമാണ്. ദയവ് ചെയ്ത് ലെറ്റ് us not get it into any argument. I repeat it, argument you may win it, but you will lose a customer. We don't want to win an argument. We are here not for a fight. നമ്മളിവിടെ യുദ്ധം ജയിക്കാൻ വന്നൊന്നും അല്ലല്ലോ, നമ്മൾ ബിസിനസ് ബിൽഡ് ചെയ്യാൻ വന്നു. അപ്പൊ അതുകൊണ്ട്
അവരുടെ കുറ്റവും കുറവും കണ്ടുപിടിക്കലല്ല, നമ്മുടെ പോസിബിലിറ്റികളും നമ്മുടെ 20 വർഷത്തിന്റെ ഇത്രയും നാളത്തെ. അതുകൊണ്ട് മെച്യൂർഡ് ബിസിനസ് ഓണറാണ് നമ്മൾ ഓരോരുത്തരും. ഇന്നലെ വരെ നിങ്ങൾ എന്തൊക്കെയോ ആയിരുന്നിരിക്കും, ഞാനും വേറെ വല്ലതായിരിക്കും. പക്ഷെ ഇന്ന് നമ്മൾ വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ് ഓണറാണ്. ഒരു മെച്യൂർഡ് കമ്പനിയുടെ, ഒരു മെച്യൂർഡ് ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കണം. അതുകൊണ്ട് അനാവശ്യമായിട്ട് വേണ്ടാത്ത ട്രബിളിൽ പോയി ചാടാതിരിക്കാൻ നോക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും ഭാഗങ്ങൾ ഞാൻ ക്ലിയർ ചെയ്തപ്പം എനിക്ക് തോന്നുന്നു മിക്കവാറും നിങ്ങൾ ചോദിച്ചുകൊണ്ട് വന്ന ഡൗട്ടുകളെല്ലാം ആരോ ഒരാളൊന്ന് എന്തോ അഡ്മിറ്റ് ചെയ്തു. ഞാൻ വീണ്ടും ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഒരു ഇച്ചിരി സമയം കൂടെ എക്സ്റ്റെൻഡ് ചെയ്യുന്നത് കുഴപ്പമില്ലാന്ന് തോന്നുന്നു. എനിക്ക് എന്തായാലും 9:30 തന്നെ തീർക്കാൻ പറ്റിയെങ്കിൽ പോലും നമുക്കൊരു ഇച്ചിരി നേരം കൂടി ഒന്ന് ഇന്ററാക്ട് ചെയ്യാം. അതിനുവേണ്ടി ഞാൻ എല്ലാവരും ഒന്ന് അൺമ്യൂട്ട് ചെയ്യുന്നുണ്ട്. അൺമ്യൂട്ട് ചെയ്യുന്നതിന്റെ അർത്ഥം എല്ലാവരും ഒറ്റയടിക്ക് മൈക്ക് ഓൺ ചെയ്യാന്നുള്ളതല്ല, മറിച്ച് എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെടുത്തി ലീഡർഷിപ്പിലുള്ളവർ ഇതിനകത്തുണ്ട്, വളരെ മെച്യൂർഡായിട്ട് ബിഹേവ് ചെയ്ത് ടീമിനെ ഹോൾഡ് ചെയ്യുന്നവരുണ്ട്. അവർക്കും ഇതിനകത്ത് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാം. ഞാൻ പറഞ്ഞതിന് പുറകെ ദ ബെസ്റ്റ് തിങ് ഈസ് യെറ്റ് ടു ഹാപ്പൻ. അത് നിങ്ങളിലൂടെ സംഭവിക്കട്ടെ. ശരിയായിട്ടുള്ള കാര്യങ്ങൾ നടക്കാനിരിക്കുന്നേ ഉള്ളൂ. മനോജ് കുമാർ. ഗുഡ് മോർണിംഗ് സർ. ഫ്രം ട്രിവാൻഡ്രം. സർ, ഒരു പ്രോസ്പെക്ടിന് നമ്മൾ പോകുമ്പോൾ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നതിന് കാരണം നമ്മളൊരു ഡോക്ടർ അല്ല. അപ്പൊ നമ്മൾ ഈ സ്ട്രേഞ്ചേഴ്സിന്റെ അടുത്ത് പോകുമ്പോൾ നമ്മൾ പ്രോഡക്റ്റിനെ കുറിച്ച് നോളജോടുകൂടി തന്നെ സംസാരിച്ചാൽ പോലും അവര് പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നതിന് വിമുഖത കാണിക്കുന്നുണ്ട്. അപ്പം അതൊരു ഒബ്ജക്ഷൻ അല്ല. നമ്മളിപ്പോ പ്രോഡക്റ്റിനെ കുറിച്ച് നമ്മൾ പൂർണ്ണമായി മനസ്സിലാക്കി അവരുടെ അടുത്ത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്താൽ പോലും ഒരുപക്ഷെ അവരിതിനെ മരുന്ന് പോലെ കഴിക്കുന്നത് കൊണ്ടായിരിക്കണം അവരത് ഉപയോഗിക്കാതിരിക്കുന്നത്. അപ്പൊ അവരെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും? മനോജ്, എങ്ങനെയാണ് ഇപ്പൊ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഹാൻഡിൽ ചെയ്യുന്നത് അതിന് കൊടുക്കാൻ പറ്റുന്നില്ല. ഒരുപാട് പ്രോസ്പെക്ടിന് ഇത്തരം പ്രോഡക്റ്റുകൾ പോയി ഞാൻ ഉപയോഗിച്ച പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാറുണ്ട്. ആ ഉപയോഗിച്ച പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുമ്പോൾ നമ്മുടെ പ്രോസ്പെക്ട് എന്ന് പറയുന്ന ഈ വ്യക്തി ഒരു സ്ട്രേഞ്ചർ ആയിരിക്കാം. ആ സ്ട്രേഞ്ചർ അത് നമ്മൾ വിശ്വസിക്കുന്നില്ല. അപ്പൊ അതിന് എന്ത് ചെയ്യാൻ പറ്റും? അദ്ദേഹത്തിന് വിശ്വാസം നിങ്ങളിൽ ഇല്ലാത്ത, നിങ്ങൾ അൺനോൺ പേഴ്സൺ ആയതുകൊണ്ടായിരിക്കും. നിങ്ങൾ ഒരു നോൺ പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ, അതായത് പലപ്പോഴും നമ്മുടെ സപ്ലിമെന്റ്സ് കാറ്റഗറിയിലുള്ള പ്രൊഡക്ട്സുകൾ അല്ലെങ്കിൽ ഫുഡ് പ്രൊഡക്ട്സുകൾ നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പേഴ്സണൽ റിലേഷൻ ഇല്ലാത്ത സ്ഥലങ്ങളിൽ സെയിൽസ് ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കുറവാണ്. കാരണം അൺനോൺ പേഴ്സൺ, അറിവില്ലാത്ത, നേരത്തെ പരിചയമില്ലാത്ത ഒരു വ്യക്തി വെച്ച് നീട്ടുന്ന ഉള്ളിൽ കഴിക്കാനുള്ള ഉൽപ്പന്നങ്ങൾ കഴിവതും നിങ്ങളാണെങ്കിലും ശ്രമിക്കില്ല. അത് തന്നെയാണ് അവരുടെയും ഫീലിംഗ്. അത് പലപ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഒന്നുകിൽ നിങ്ങൾക്ക് നേരിട്ട് പരിചയമില്ലാത്ത വ്യക്തിയാണെങ്കിൽ ആരുടെയെങ്കിലും റെഫറലായിരിക്കണം നിങ്ങൾ പോയിരിക്കുക. ഇന്ന ആൾ പറഞ്ഞു വിട്ടിട്ടാണ് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാലും വിശ്വാസ്യത. ആ വ്യക്തി അത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയോട് അദ്ദേഹത്തിന് ചോദിക്കാനുള്ള അവസരമുണ്ട്. അല്ല, നിങ്ങൾ ഇനി പരിചയമില്ലാത്ത ഒരു വ്യക്തിക്ക് ഇത് നിർബന്ധപൂർവ്വം കൊടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്കുണ്ടായ ബെനിഫിറ്റും പിന്നെ ഇത് സപ്ലിമെന്റ് ആണെന്ന് പറയാൻ നിദാനമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ വിവരിച്ചു കൊടുത്താൽ മതി. ഉദാഹരണത്തിന് ഗ്ലൂക്കോസ്, ക്ഷീണിക്കുമ്പോൾ നമ്മൾ ഗ്ലൂക്കോസ് കഴിക്കാറുണ്ട്. അത് ഡോക്ടറോട് ചോദിച്ചിട്ടല്ലല്ലോ കഴിക്കാറ്. ക്ഷീണം തോന്നുമ്പോൾ കഴിക്കുന്നത്. ഗ്ലൂക്കോസ് മരുന്നാണോ ഭക്ഷണമാണോ? ആ ചോദ്യം ചോദിക്കുമ്പോൾ അവർക്ക് പറയാൻ പറ്റുന്നുണ്ടോ? അല്ല, ഗ്ലൂക്കോസ് മരുന്നും അല്ല ഭക്ഷണമല്ല. അപ്പൊ എന്താ അത് എനർജിക്ക് ഒരു സപ്ലിമെന്റേഷൻ. സോ ഞാൻ ഈ വെച്ച് നീട്ടുന്ന പ്രൊഡക്റ്റുകൾ പ്രധാനമായിട്ടും ഫുഡും അല്ല മെഡിസിനും അല്ല. പിന്നെ ഫുഡിലുള്ള കുറവുകൾ അല്ലെങ്കിൽ ഭക്ഷണത്തിലൂടെ കിട്ടേണ്ട പലതും കിട്ടാതെ പോകുന്നത് കൊണ്ട് അഡീഷണൽ ആയിട്ട് ഞാൻ വീണ്ടും പറയുന്നു, എന്നാൽ പോലും അപരിചിതനിൽ നിന്നും പ്രൊഡക്റ്റുകൾ മേടിച്ച് ഉപയോഗിക്കുന്നവരുടെ എണ്ണം തുച്ഛമായിരിക്കും. അതുകൊണ്ട് തന്നെ ബെസ്റ്റ്, നിങ്ങൾ പ്രൊഡക്റ്റ് സെല്ലിങ് പോകണമെങ്കിൽ ഒന്നുകിൽ നിങ്ങൾക്ക് ബന്ധം നേരിട്ട് അറിയാവുന്നവർ അല്ലെങ്കിൽ ആരുടെയെങ്കിലും റെഫറൻസിൽ എന്ന് പറഞ്ഞാൽ അവർക്ക് വിളിച്ചു ചോദിക്കാനോ അവർക്ക് അവരിൽ നിന്നുള്ള കൺവിക്ഷനോ കിട്ടുന്നവരെ മേടിക്കാൻ സാധ്യതയുള്ളൂ. ഫുഡ് പാച്ചസ് മേടിക്കും, കാരണം പുറത്തൊട്ടിക്കാനുള്ള, പുറത്തൊന്നും മുതുകത്തല്ല, എക്സ്റ്റേണലി. അതേസമയം അകത്തിലടിക്കാനുള്ളത് പലപ്പോഴും നോ എന്ന് പറയാറ് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നു. അപ്പൊ അത് നമുക്ക് ഒന്നുകിൽ ആരുടെയെങ്കിലും റെഫറലോ റെക്കമെൻഡേഷനോ ഉണ്ടാവും. ഓക്കെ, മഹേഷ്. ഉത്തരം കിട്ടിയോ ശ്രീജ മാം? ഒരു നിതീഷ് ചോദിച്ചിട്ടുണ്ടായിരുന്നു സാർ, ആളെ ചേർക്കണ്ടേ എന്നത് ഒന്നും കൂടി വ്യക്തമാക്കാമോ? അതിന് എന്ത് മറുപടി കൊടുക്കുന്നുള്ളത്? റൈറ്റ്, ഞാൻ സാധാരണ ഇത് ചെയ്യുന്നത് പറയാം. ഇത്രയും നേരം ഞാൻ സ്ലൈഡ് വെച്ച് പറഞ്ഞാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ്. ആളെ ചേർക്കേണ്ടതെന്ന് എന്നോട് ഒരാൾ ചോദിച്ചാൽ ഞാൻ അദ്ദേഹത്തിനോട് തിരിച്ചു ചോദിക്കുന്നത്, സാറിന് ആളെ ചേർക്കുന്നത് താല്പര്യമുള്ള കാര്യമാണോ? എന്നിട്ട് ഞാൻ ഒന്ന് നോക്കും മുഖത്തേക്ക്. സാറിന് ആളെ ചേർക്കുന്നതിൽ താല്പര്യമുള്ള വ്യക്തി, എനിക്കിഷ്ടമല്ല, എനിക്ക് ഒട്ടും ഇഷ്ടമല്ല, കഴിഞ്ഞു. ഞാൻ അദ്ദേഹം സെയിം പിക്ചർ. അദ്ദേഹത്തിന് ആളെ ചേർക്കുന്ന ഇഷ്ടമല്ല, എനിക്കും ആളെ ചേർക്കുന്ന ഇഷ്ടമല്ല. അപ്പൊ പിന്നെ പുള്ളി എന്റെ മുഖത്തേക്ക് നോക്കും, ആളെ ചേർക്കണ്ടെന്നാണോ പറഞ്ഞത്? ഞാൻ പറഞ്ഞ അങ്ങനെയല്ല സാറേ, സാറിന് ആളെ ചേർക്കുന്ന ഇഷ്ടം അല്ലെങ്കിൽ സാർ ഇതിനകത്ത് ആളെ ചേർക്കരുത്. സാറ് ഒരു പ്രൊസ്യൂമർ ആയിട്ട് നിൽക്കുക. അത് പ്രൊസ്യൂമർ എന്ന് പറഞ്ഞാൽ 50% ലാഭത്തിൽ ഉൽപ്പന്നങ്ങൾ മേടിക്കാൻ പറ്റുന്ന ഒരു രജിസ്ട്രേഷൻ എടുത്താൽ മതി, കഴിഞ്ഞു, പ്രശ്നം സോൾവ് ആയി. കാരണം അദ്ദേഹം അന്നേരം നമ്മുടെ ഒരു പ്രൊസ്യൂമർ ആയിട്ട് ജോയിൻ ചെയ്ത് കാലക്രമേണ അദ്ദേഹം ബിസിനസ് ഓണർ ആയിക്കോളും.
അല്ലാതെ ഉടനെ ആളെ ചേർക്കേണ്ടാത്തതിനെ ന്യായീകരിക്കാനോ ആളെ ചേർക്കുന്നതിനെ ന്യായീകരണം നിർത്താനോ പോകരുത്. അത് ആർഗ്യുമെന്റിൽ കലാശിക്കും. ക്ലിയർ ആണോ? ചോദിച്ചതാരായിരുന്നു? നിതീഷ് ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയാവോ? കാരണം വേറെ ആരെങ്കിലും പറയുന്നതിനേക്കാൾ എനിക്ക് സന്തോഷം നിതീഷ് പറയുമ്പോഴേ. ശരിയായോ അതോ വേറെ വല്ലതും ആണോ? ക്ലിയർ ആണോ? അതായത് ആളെ ചേർക്കണ്ടേന്ന് ചോദിക്കുമ്പം നിങ്ങൾക്ക് ആളെ ചേർക്കുന്നത് താല്പര്യമുള്ള വിഷയമാണോ? മിക്കവാറും അയാൾ എന്തായിരിക്കും പറയാ, അല്ല എനിക്ക് താല്പര്യമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പുള്ളിയുടെ ഒപ്പം തന്നെ കൂടണം. എനിക്ക് ഒട്ടും ഇഷ്ടമല്ല സാറേ. അപ്പൊ ആളെ ചേർക്കണ്ടെന്നാണോ? അല്ല സാറേ, ആളെ ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർക്കാം, വേണ്ടെങ്കിൽ വേണ്ട. ആളെ ചേർക്കാതെ ഈ ബിസിനസ് ചെയ്യാം. 50% ലാഭത്തിൽ പ്രൊഡക്റ്റ് മേടിക്കാൻ ഒരാളെ പോലും നമ്മൾ ചേർക്കണ്ട. കഴിഞ്ഞു. ഓക്കെ, റൈറ്റ്. അടുത്ത രസമല്ലേ ഇത്? എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ്. ഇപ്പൊ നമസ്കാരം ബിമൽ സാറേ, ജയ്സാണ് കട്ടപ്പന. വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. അടുത്ത ബുധനാഴ്ച ഈ നമ്മുടെ റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്യില്ല, അന്ന് റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്തത്. അടുത്ത